അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ശക്തിയാൽ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ യോഗ്യതയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രോഗികളെ, ആശുപത്രിയിൽ കിടക്കുന്നവരെ, അതുപോലെ തന്നെ പല ശരീര ഭാഗങ്ങൾ ബയോപ്സിക്ക് വിട്ടിരിക്കുന്നവരെ, അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ, അവർക്ക് അനുകൂലമായ റിസൾട്ട് കിട്ടാൻ, അതുപോലെ തന്നെ ലാബിൽ ടെസ്റ്റിന് പോയിരിക്കുന്ന രക്തവും അതിൻ്റെ കൾച്ചറിങ്ങും അതിന് അനുകൂലമായ ദൈവം പ്രവർത്തിച്ചുകൊണ്ട്
അവർക്ക് സമാധാനവും സന്തോഷം കിട്ടുന്ന റിസൾട്ട് വരാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഒരു രോഗികൾക്ക് ഒരു ഡോക്ടറിനെ തിരഞ്ഞെടുക്കണം, ആരെ എടുക്കണം, ഏത് ആശുപത്രി പോകണമെന്ന് കൺഫ്യൂഷനുള്ളവരെ നിങ്ങളുടെ ശിരസിൽ കൈവച്ചുകൊണ്ട് അച്ഛൻ ആശീർവദിക്കുന്നു. നിങ്ങൾക്ക് കൃത്യമായ തീരുമാനം എടുക്കാൻ, നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കുന്നു. അടിച്ച കർത്താവ് തൻ്റെ വാഗ്ദാനം പാലിച്ചുകൊണ്ട് നീ എത്തേണ്ടിടത്ത് തന്നെ എത്തിയെന്ന് നിനക്ക് മനസ്സിലാകാൻ, നിൻ്റെ സമയമോ നിൻ്റെ ധനമോ വേസ്റ്റാകാതിരിക്കുന്നതിന് അനുകൂലമായ പദ്ധതികൾ, ജീവിതത്തിന് ഒരു വരുമാന മാർഗത്തെക്കുറിച്ചാണ് എൻ്റെ ദൈവവൈദ്യരെ നീ ചിന്തിക്കുന്നതെങ്കിൽ, നീ നിൻ്റെ കുടുംബം പാലിക്കാൻ വേണ്ടി, ജീവിക്കാൻ വേണ്ടി കർത്താവ് നിനക്ക് ഒരു വരുമാനം നൽകട്ടെ. പലരും സാക്ഷ്യം പറയുമ്പോൾ പറയുന്നുണ്ട്, മറിയം പരിശുദ്ധ അമ്മ നേരിട്ട് ഇറങ്ങി നിന്നാണ് 6 കൊല്ലം കൊണ്ട് തീരേണ്ട വീട് 6 മാസം കൊണ്ട് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പരമ്പരയായി നടക്കുന്ന അത്ഭുത സാക്ഷ്യങ്ങളാണ്. അതെല്ലാം അവകാശമാക്കാനും ഓഹരിയാക്കാനും നിനക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനെ നയിക്കുവാമേ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ കൃപയുടെ കാലഘട്ടം ആരംഭിക്കുമ്പോഴാണ് ബലഹീനതയുടെ കാലഘട്ടം. പക്ഷേ നമുക്ക് കൃപയുടെ കാലഘട്ടമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. നമുക്കത് ഫീൽ ചെയ്യുന്ന ബലഹീനതയുടെ കാലഘട്ടമായിട്ടായിരിക്കും. അത് നിങ്ങൾ ശരിക്കും ക്രിസ്ത്യൻസ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കൃപയുടെ കാലഘട്ടം നിങ്ങളവർക്ക് എംപവറിങ് ആയിരിക്കും. അവിടെ സുവിശേഷ വേല, ഇവിടെ സുവിശേഷ വേല, അവിടെ രോഗശാന്തി, ഇവിടെ രോഗശാന്തി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അത് ശുശ്രൂഷയുടെ കാലഘട്ടമാണ്. കൃപയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ബലഹീനതയുടെ കാലഘട്ടമായിരിക്കും. എന്താ കാര്യം? ബലഹീനതയാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. റോമായിൽ ചെന്നപ്പോൾ ഞാൻ ഛർദ്ദിച്ച്, ഫ്രാൻസിൽ വെച്ചും ഛർദ്ദിച്ച്, എൻ്റെ കൂടെ കൊണ്ടുവന്ന വിജയകുമാറിനെ പോലും അറിയിച്ചതില്ല ഞാൻ ഛർദ്ദിച്ച കാര്യം. കഴിക്കണ അപ്പം തന്നെ ഛർദ്ദിച്ചു പോകും. ഒരു പ്രസവം കഴിയുമ്പോൾ ഞാൻ ഇതൊന്ന് വിറക്കും. എനിക്ക് കാര്യങ്ങളറിയാം. എന്താ കാര്യം? കർത്താവ് എന്നെ ബലഹീനമായിക്കൊണ്ടിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കിടെ ഒരു കർത്താവിൻ്റെ ശുശ്രൂഷ തന്നെ ഏറ്റെടുത്ത് ചെയ്തിട്ട് പോലും നമ്മുടെ അനുഭവങ്ങൾ നെഗറ്റീവാണ്. ലോകത്തിൻ്റെ ദൃഷ്ടിൻ്റെയും നെഗറ്റീവായിട്ടേ അവർ പറയത്തുള്ളൂ. നെഗറ്റീവാണെന്ന് പറയും. നെഗറ്റീവ് അല്ലത്. അത് കർത്താവിൻ്റെ കൃപ പ്രവർത്തിക്കാൻ വേണ്ടി നമ്മുടെ കഴിവ് കൊണ്ടല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇത് ബൈബിൾ ഫോളോ ചെയ്യുന്നൊരു ഫണ്ടമെൻ്റൽ ഫോർമുലയാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് വരുമ്പോൾ നിങ്ങൾ ഓർക്കണം. എന്താണ്? ഈ എഫേസ്യൻസ് 2:8 ഓർക്കണം. ഉടമ്പടിയുടെ അടിസ്ഥാന പ്രിൻസിപ്പിൾ അതാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്ന് വെച്ചാൽ നിൻ്റെ യോഗ്യത കൊണ്ടല്ല, മറിച്ച് കർത്താവിൻ്റെ കൃപ കൊണ്ടാണ്. അപ്പോൾ യോഗ്യതകളുടെ മേലെല്ലാം ഇങ്ങനെ കട്ടിങ് വരും. യോഗ്യതകളുടെ മേലെല്ലാം നമ്മുടെ മെറിറ്റുകളാണ് എപ്പോഴും ഡാമേജ് വരണത്. സർട്ടിഫിക്കറ്റ് പോലും സമയത്ത് സർട്ടിഫിക്കറ്റ് കാണാനില്ല. യാത്ര ഇറങ്ങുമ്പോൾ പാസ്പോർട്ട് കാണാൻ ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മുടെ നിന്ന് വിശ്വാസപ്രമാണം ചെല്ലും. എന്താ കാര്യം? കുറച്ച് കഴിയുമ്പോൾ പാസ്പോർട്ട് കിട്ടും. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ പ്രാർത്ഥിക്കുക, എംപവർ ആകുക, പ്രേ ആൻഡ് ഗെറ്റ് എംപവേർഡ് എന്നതിൻ്റെ അർത്ഥം. അല്ലാതെ വിഷയം ഉണ്ടാകുമ്പോൾ ദൈവം കൈവിട്ടെന്ന് പറഞ്ഞുകൊണ്ട് പറയരുത്. എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ അതിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കുക, എംപവർ ആകുക. കർത്താവ് ഈ വിഷയത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നിൻ്റെ കൂടെ സഹസഞ്ചാരരാകാൻ പോകുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ഈ എന്ത് പോയാലും ശരി, വന്നാലും ശരി, ഈ ഡയബോളിക് പേഴ്സണാലിറ്റി കർത്താവ് അംഗീകരിക്കത്തില്ല. എന്താ കാര്യം അറിയാമോ? 18:23 സ്വർഗരാജ്യം തന്റെ സേവകന്മാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശം. കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ 10,000 താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവന് അത് വീട്ടാൻ നിർവാഹമില്ലാതിരുന്നത് കൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവന്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടം വീട്ടാൻ യജമാനൻ കൽപ്പിച്ചു. അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു. ഡയബോളിക് പേഴ്സണാലിറ്റിയാ ആ സേവകൻ. ഇപ്പൊ അവൻ കുറച്ച് ഡയലോഗ് പറയും. എന്താ പറയണത്?
സേവകൻ വീണ് നമസ്കരിച്ചു, കവന്നടിച്ച് വീണ് പറഞ്ഞു, പ്രഭു എന്നോട് ക്ഷമിക്കണമേ, ഞാൻ എല്ലാം തന്നു വീട്ടിക്കൊള്ളാം. ആ സേവകന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും കടം ഇളച്ചു കൊടുക്കുകയും ചെയ്തു. അവൻ പുറത്തിറങ്ങിയപ്പോൾ ഈ സെയിം ആള് തന്നെയാണ്. ഇതാണ് ഡയബോളിക്. ഒരു വ്യക്തി നാഗവല്ലിയും ഗംഗയും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞില്ലേ, നമ്മുടെ ഓരോരുത്തരും ഇത് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്, ദ സ്പിരിച്വാലിറ്റി ബിൽറ്റ് അപ്പ് ഓൺ ദ ജെനുവിനിറ്റി. എന്നുവെച്ചാൽ സിംഗിൾ പേഴ്സൺ. ഉടമ്പടിക്കും അങ്ങനെ പ്രശ്നം. ഈ ഡയബോളിക് പേഴ്സണാലിറ്റീസിന് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ 10,000 താരന്ത് കണ്ട ആളല്ലേ, താരന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വർണ്ണ നാണയമാണ്, ധനാറ വെള്ളി നാണയമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോഴേ 10,000 താലന്ത് സ്വർണ്ണ നാണയം ഇളച്ചു കൊടുത്ത ആ ഭൃത്യൻ താഴേക്ക് ഇറങ്ങിയപ്പോൾ തനിക്ക് 100 വെള്ളി നാണയങ്ങൾ തരാനുണ്ടായിരുന്നു. അവനെ കണ്ടപ്പോൾ ഇവൻ്റെ മട്ട് മാറി. ഇവന് നാഗവല്ലി പുറത്തിറങ്ങി, അവനെ കഴുത്തി പിടിച്ച് ചിരിച്ച് കണ്ടിച്ച് കളഞ്ഞു. കണ്ടു നിന്ന് അവർ എന്താണ് സംഭവിച്ചത് പറഞ്ഞേ? സംഭവിച്ചതറിഞ്ഞ് മറ്റു സേവകന്മാർ വളരെ സങ്കടപ്പെട്ടു. അവർ ചെന്ന് നടന്നതെല്ലാം യജമാനനെ അറിയിച്ചു. യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടനായ സേവക, നീ എന്നോട് കേണപേക്ഷിച്ചത് കൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു. ഇതിന്റെ പ്രശ്നം ഈ ജെനുവിൻ അല്ലാത്ത ആളില്ലേ, ഒരേ വിഷയം കടമാണ്. മുകളിലുള്ള 10,000 താലന്ത് കടം, 100 ധനാറ കടം. അപ്പോൾ ഒരേ ആൾ അവിടെ പോയി പട്ടാങ്ങി പറഞ്ഞ് ഇവിടെ വന്നവൻ്റെ കഴുത്തിന് പിടിച്ചു. ഒരേ സെയിം പേഴ്സണാണ്. ഇത് 2 പേഴ്സൺ ഒരാളുടെ ഉള്ളതാണ് വിഷയം. ഈ 2 പേഴ്സൺ ഉള്ള ആൾക്കാരെയാണ് ഈശോ പലപ്പോഴും അഡ്മിറ്റ് ചെയ്യണത്. പൗലോസിൽ അല്ല, യോഹന്നാന് 2 പേഴ്സൺ ഉണ്ടായിരുന്നു. തീങ്ക് എന്തെങ്കിലും ഇറക്കി നശിപ്പിക്കാൻ വേണ്ടി ആ സമരയെ കൊല്ലാൻ പോകുന്നൊരു പേഴ്സൺ ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെയാണ് നാഥാനിയേലിൽ സിംഗിൾ പേഴ്സണേ ഉണ്ടായുള്ളൂ, യഥാർത്ഥ ഇസ്രയേലിയൻ. ഇവനിൽ കാപട്യമില്ല, ഇവൻ 2 പേഴ്സൺ ഇല്ലെന്ന്, ജെനുവിറ്റി, ഇവന് ഹൈപ്പോക്രസി 2 പേഴ്സൺ ഇല്ല. അപ്പം ഉടമ്പടി എന്ന് പറയുമ്പോൾ ലൂർദിൽ വെച്ച് അമ്മ പറഞ്ഞെന്താണെന്നറിയാമോ? ഉടമ്പടി എന്ന് ലൂർദിലെ ധ്യാനത്തിൻ്റെ ഭാഗമാണിത് കേട്ടോ. ഉടമ്പടി എന്ന് പറയണത് പേഴ്സൺ ടു പേഴ്സൺ ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. 2 പേഴ്സൺ പാടില്ലെന്ന്. 2 പേഴ്സൺ ഒരു വ്യക്തിയിൽ 2 പേഴ്സൺ പാടില്ല. 16 താലന്ത് ഇളച്ചു തന്ന ആളുണ്ട്. അപ്പം ഞാൻ നിന്നോട് ആ യജമാനൻ എന്താ പറഞ്ഞത്? ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? അതിന്റെ വാക്ക് വായിച്ചേ. യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നത് വരെ 10,000 താലന്ത് എടുത്ത് ഇവന്റെ പിഴക്ക് വെച്ച് കൊടുത്ത് കാരാഗൃഹാധികൃതർക്ക് കടം മുഴുവൻ വീട്ടുന്നവരെ അവനെ കാരാഗൃഹാധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദി ഡയബോളിക് പേഴ്സൺസ് ആണ്. ഇതിനകത്ത് എന്തിൻ്റെ ഭാഗമാണിത്? അനുതപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക. അപ്പോൾ സുവിശേഷം എന്താണ് വിശ്വസിക്കേണ്ടതെന്നാണ് ഈ സമറിയക്കാരുടെ കഥയിലൂടെയും അതുപോലെ തന്നെ 10,000 താലന്ത് കടം മേടിച്ചിട്ട് 100 ധനാറ തരാതിരുന്നതിൻ്റെ കടത്തി പിടിച്ചതിനോടിലൂടെയും ഈ സുവിശേഷമാണ് കർത്താവ് റീച്ച് ചെയ്യിക്കുന്നത്. ഇതെല്ലാം കാണിച്ചിട്ട് പറയും അനുതപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക. കലൂരിൽ നിന്നാണ് വരുന്നത്. ഇവിടെ ആലപ്പുഴ തന്നെയാണ് വീട്. എൻ്റെ ഇടവക കാട്ടൂർ സെൻറ്റ് മൈക്കിൾസ് ഫെറോന ചർച്ചാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് കഴിഞ്ഞ വർഷം ജൂൺ 9-ാം തീയതിയാണ്. അപ്പം ഞാൻ 3 വർഷമായിട്ട് നീറ്റ് ഡ്രോപ്പ് ചെയ്ത് നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. കഴിഞ്ഞ വർഷം എനിക്ക് ബോർഡറിലാണ് എനിക്ക് MBBSൻ്റെ അഡ്മിഷൻ നഷ്ടമായത്. അപ്പം ഞാൻ എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കുകയായിരുന്നു. പണ്ട് മുതലേ നല്ലതുപോലെ തന്നെ സ്കൂളിലൊക്കെയാണ് അക്കാഡമിക്സ് നല്ലതുപോലെ പഠിച്ചു വന്നിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ മെറിറ്റിൽ ഭയങ്കര വിശ്വാസമായിരുന്നു, എൻ്റെ ബുദ്ധിയിലും. ഞാൻ പഠിക്കും, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ടും കിട്ടും എന്നുള്ളൊരു വിശ്വാസമായിരുന്നു. കുർബാനയ്ക്ക് പോകുന്ന ദിവ്യബലിയിൽ പങ്കെടുക്കുകയും
ദിനംപ്രതി നൊവേനയൊക്കെ ചൊല്ലുകയും നമ്മൾ വീട്ടിൽ കൊന്തയർപ്പിക്കുകയും ചെയ്യുന്നൊരു കുടുംബമായിരുന്നു നമ്മൾ. അപ്പം എനിക്ക് വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ വിശ്വാസമുണ്ട്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നില്ല. ഞാൻ എപ്പോഴും സയൻറ്റിഫിക് കാര്യങ്ങളുടെ പുറകിൽ പോവുകയും ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഓക്കെ, ഒരു സ്പിരിച്വൽ പവർ ഉണ്ട് എന്നുള്ളൊരു സംഭവം ഞാൻ പൂർണ്ണമായിട്ടും ഒരിക്കലും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം ഉടമ്പടി എടുത്ത് ആദ്യമൊക്കെ ഉടമ്പടി നല്ലപോലെ അതിൽ പങ്കുകൊണ്ട് അതിന് ശേഷം ഞാൻ കുറേ ഉഴപ്പി. അപ്പോൾ എനിക്ക് കഴിഞ്ഞ വർഷം അഡ്മിഷൻ ശരിയായില്ല. അപ്പോൾ ഞാൻ 3ാമത്തെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലായിലേക്ക് പോയി. പാലായിൽ പോയിട്ട് ഞാൻ ആദ്യമൊക്കെ എനിക്ക് കുറേയൊന്നും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ അവിടെ പ്രാർത്ഥനയൊക്കെ കറക്റ്റായിട്ട് പങ്കെടുക്കുകയും ബൈബിൾ വായനയൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് എപ്പോഴോ പിന്നെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ ഫെബ്രുവരിയിൽ പുതുക്കിയപ്പോൾ എനിക്ക് മാതാവിനെയാണ് കിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞ് എക്സാമിനോട് അടുക്കും തോറും ഞാൻ പ്രാർത്ഥന കുറേയൊക്കെ ഉപേക്ഷിച്ച് ഞാൻ മുഴുവൻ പഠനത്തിലേക്ക് ഞാൻ എൻ്റെ ഫോക്കസ് ഞാൻ ചെയ്യുകയുണ്ടായി. അപ്പം എനിക്ക് അപ്പോഴും വിശ്വാസം ഉണ്ടായിരുന്നത് വെച്ചാൽ ഞാൻ പഠിച്ചാലേ എനിക്ക് കിട്ടുള്ളൂ, അത് സത്യമാണ്. പക്ഷേ എന്നാലും ഞാനൊരു ഈ മാതാവിലേക്ക് ഒന്ന് തിരിയുക, മാതാവിനോട് പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയും വേണം നമ്മുടെ പഠനത്തിൻ്റെ കൂടെ, നമ്മുടെ കഴിവിൻ്റെ കൂടെ നമുക്ക് പ്രാർത്ഥനയും വേണം എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പഠിക്കുക മാത്രമാണ് അപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നൊന്നും ഇല്ലായിരുന്നു അവസാനമായപ്പോൾ. അപ്പോൾ എനിക്ക് മാർക്സൊക്കെ അത്യാവശ്യം മാർക്കൊക്കെ അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ നിന്നു. പക്ഷേ അവസാനത്തെ 3 ദിവസം, എക്സാമിന് അവസാനത്തെ 3 ദിവസം മുന്നേ എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല. ഞാനങ്ങനെ എക്സാമിന് മാർക്ക് പറഞ്ഞാൽ ഭയങ്കര സങ്കടപ്പെട്ട് അടുത്ത എക്സാമും കുളവാക്കും, അങ്ങനെ ഒരാളല്ല ഞാൻ. അടുത്ത എക്സാമിന് പിടിക്കാം, അടുത്ത എക്സാമിന് അടിപൊളിയാക്കാം എന്നുള്ള ഒരാളാണ്. പക്ഷേ ഞാൻ ആ സമയത്ത് എനിക്ക് മാർക്ക് ഒരു എക്സാം എഴുതാൻ പറ്റിയില്ല. ആ എക്സാം മര്യാദക്ക് എഴുതാനും പറ്റുന്നില്ല. എക്സാം ഹാളിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോരുന്നു. എനിക്ക് എക്സാമിൽ നിന്ന് എനിക്ക് ടെമ്പറേച്ചർ കൂടുന്നു, എൻ്റെ മൊത്തം ടെൻഷനായി, എനിക്ക് ഭയങ്കര ഹാർട്ട് ബീറ്റ് കൂടുന്നു, അതെനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ എക്സാമിൻ്റെ ഈ വർഷത്തെ നീറ്റ് എക്സാമിൻ്റെ 3 ദിവസം മുന്നേ ഞാൻ ഒന്നും പഠിച്ചില്ല. ആ 3 ദിവസം ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ എക്സാമിൻ്റെ തലേ ദിവസം വീട്ടിലേക്ക് പാലയിൽ നിന്ന് തിരിച്ചു വരാമെന്ന് പറഞ്ഞിരുന്ന ഞാൻ 3 ദിവസം മുന്നേ ഞാൻ വീട്ടിലെത്തിയപ്പോഴും ഞാൻ ഡോക്ടറിനെ കാണിക്കാം. വീട്ടിലെത്തിയപ്പോൾ ഓൺലൈൻ എക്സാം എഴുതിയിട്ടാണെങ്കിലും എനിക്ക് ഫുൾ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഞാൻ എക്സാം പോസ് ചെയ്യും, പിന്നെ ഒന്ന് ഡീപ് ബ്രെത്ത് എടുക്കും, എന്നിട്ട് പിന്നെയും എക്സാം എഴുതും. അങ്ങനെയായിരുന്നു ഫുൾ എക്സാം എഴുതിക്കൊണ്ടിരുന്നത്. മൊത്തം എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചായിരുന്നു എനിക്ക് ഈ വർഷത്തെ ഇനി നീറ്റ് എക്സാം പോലും എഴുതാൻ പറ്റുമെന്ന് പോലും ഞാൻ വിചാരിച്ചിരുന്നതല്ല. അപ്പോൾ എക്സാമിൻ്റെ ആ ദിവസം ഞാൻ മാതാവിൻ്റെ കാശുരൂപവും മാതാവിൻ്റെ ഉപ്പ്, ഒരു ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എക്സാം ഭയങ്കര സ്ട്രിക്റ്റാണ്. അപ്പോൾ ആ ഉപ്പ് നമ്മുടെ കുടിവെള്ളത്തിൻ്റെ അകത്തിട്ട് അതും കൊണ്ടുപോയിരുന്നു. അപ്പം അന്നത്തെ ദിവസം മാത്രമേ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയതെന്ന് വെച്ചാൽ എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് നെഞ്ചിടിപ്പില്ല, ടെൻഷനില്ല, ഒരു കുഴപ്പമില്ല. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വന്നതിൽ ഏറ്റവും ടഫായിട്ടുള്ള എക്സാമായിരുന്നു ഈ വർഷം നടന്നത്. ഞാൻ എൻ്റെ എക്സാം ഹോളിൽ ഇരുന്ന് കുറേ പിള്ളേർ കരയുന്ന ഞാൻ കണ്ടതാണ് പരീക്ഷ എഴുതിക്കൊണ്ട്. പക്ഷേ എനിക്ക് മാത്രം ഒരു കുഴപ്പമില്ല. ഞാൻ പരീക്ഷ എഴുതി പുറത്ത് വന്നു. എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു ടഫായിരുന്നു, നല്ല ടഫായിരുന്നു. വീട്ടിൽ വന്നിരുന്ന് മാർക്ക് നോക്കിയപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, കുഴപ്പമില്ലാത്തൊരു മാർക്കുണ്ട്, എനിക്ക് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷത്തെ റിസൾട്ട്സൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റൊക്കെ എടുത്ത് വെച്ച് നോക്കിയപ്പോഴത്തേക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ വർഷത്തെ വെച്ചിട്ട് എനിക്ക് എന്തായാലും കിട്ടും. അങ്ങനെ വിചാരിച്ച് പിന്നെ ഞാൻ എൻ്റെ അത്രയും മാതാവ് എന്നെ ആ ദിവസം അത്രയും സഹായിച്ചിട്ട് ഞാൻ പിന്നെയും ഉടമ്പടി ഒഴുപ്പുമാണ് ചെയ്തത്. ഞാൻ ആ സമയത്ത് എൻ്റെ മെറിറ്റിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ഞാൻ എനിക്കിത്ര മാർക്കുണ്ട്, എനിക്കിത്ര റാങ്കുണ്ട്, എനിക്ക് കിട്ടിക്കോളും അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് കൊടുത്ത് റിസൾട്ട് വന്നപ്പം എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് തകർന്നു പോയി. നമ്മളെല്ലാവരും ഞാൻ ഏത് കോളേജിൽ പോകണം എല്ലാം ഞാനിങ്ങനെ തീരുമാനിച്ച് വെച്ചിരിക്കുക. 3 വർഷമായിട്ട് കഷ്ടപ്പെട്ട് 3 വർഷം കൊണ്ട് കിട്ടിയ സാധനം പെട്ടെന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടമായി. വീട്ടിലാണെങ്കിലും ഭയങ്കര സങ്കടമായി. എന്നെ എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, നീ പ്രാർത്ഥിക്കാഞ്ഞിട്ടാണ്, നിനക്ക് വീട്ടിൽ പപ്പയും അമ്മയും എപ്പോഴും പറയും നിനക്ക് പ്രാർത്ഥന എന്ന് പറയുന്ന സാധനമില്ല, നീ പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ്, നീ നിൻ്റെ കഴിവിന് മാത്രം അഹങ്കരിച്ചതുകൊണ്ടാണ് നിനക്കിത് വന്നതെന്ന് എനിക്ക് എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്നു, ഉടമ്പടി പുതുക്കി. ഞാൻ ഓഗസ്റ്റ് മുതൽ ഇവിടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയാണ്. ഇവിടെ ഓഗസ്റ്റിൽ ഉടമ്പടി പുതുക്കി, അച്ഛനെ കണ്ടു, അച്ഛൻ എന്നെ ബ്ലെസ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി കൊടുത്തു. സെക്കൻഡ് അലോട്ട്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ
ഞാൻ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കൊടുത്ത് അത് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന് അപ്പോഴും എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ ഞാൻ ഇത്രയൊക്കെ വിശ്വസിച്ചു മാതാവിനെ, എനിക്ക് ഒട്ടും വിശ്വാസമില്ലായിരുന്നു. അപ്പം ഞാൻ ഇത്രയൊക്കെ മാതാവിൻ്റെ അടുത്തേക്ക് വന്നിട്ടും മാതാവ് എന്നെ തള്ളി മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒരാഴ്ചയോളം ഞാൻ മാതാവിനോട് മിണ്ടിയില്ല, ഞാനിവിടെ പ്രേക്ഷിത പ്രവർത്തനത്തിന് വന്നില്ല. ഞാൻ ഭയങ്കര പിണക്കമായിരുന്നു മാതാവിൻ്റെ അടുത്ത്. അപ്പം പിന്നെ വന്നപ്പോൾ ഇവിടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചിമാരൊക്കെ പറഞ്ഞു, നിന്നെ പരീക്ഷിക്കുന്നതാണ്, നീ ഇത്രയും ഇതായിട്ട് പെട്ടെന്ന് ഇങ്ങനെ തോറ്റു കൊടുത്താൽ മാതാവ് വിചാരിക്കുമോ ഇവളത്രയൊക്കെ ഉള്ളൂ എന്ന് വിചാരിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഞാനിങ്ങനെ ഇനി തോറ്റു കൊടുക്കാനൊന്നും പോകുന്നില്ല. അപ്പം ഞാൻ പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവിനെ എല്ലാ ദിവസവും കൊന്ത ചൊല്ലാനും എല്ലാ ദിവസവും ഞാൻ ഇവിടെ വന്ന് എനിക്ക് കരയാൻ പറ്റത്തുള്ളൂ. നമ്മളുടെ അടുത്ത് പ്രത്യേകിച്ച് മെഡിസിൻ പഠിക്കുന്ന ഇപ്പം നീറ്റ് എഴുതി കഴിഞ്ഞ കുട്ടികളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചോദിക്കും, എന്തായി ഒന്നും ആയില്ലേ, നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ചോദിക്കുമ്പോഴും നമ്മൾക്ക് തിരിച്ചു പറയാനായിട്ടൊന്നുമില്ല. ഞാനങ്ങനെ ജിപ്മറിൽ BSc നഴ്സിങ്ങിന് വരെ രജിസ്റ്റർ ചെയ്തു. അത് 28-ാം തീയതി പോകാനിരുന്നതാണ്. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്ത് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുക, MBBS എന്ന് പറയേണ്ട സ്ഥാനത്ത് ഞാൻ BSc നഴ്സിങ്ങിന് പോവുക, 3 വർഷം കഷ്ടപ്പെട്ടിട്ടും BSc നഴ്സിങ്ങിന് പോകാമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം വീട്ടുകാരുടെയും എൻ്റെ പപ്പയും അമ്മയും ഇത് എല്ലായിടത്തും പറയുന്നൊരവസ്ഥ, അവരുടെ അവസ്ഥ അവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോഴും എനിക്ക് വീട്ടിൽ ഇരുന്ന് കരയാൻ പറ്റത്തില്ല. കാര്യം പപ്പയും അമ്മയും അത് കണ്ട് ഞാൻ കരയുന്ന കണ്ട് അവരും കൂടെ ഭയങ്കര ഡൗണായി പോകും. അപ്പം ഞാൻ ഇവിടെ വന്നിരുന്നാണ് മാതാവിൻ്റെ അടുത്ത് വന്നിരുന്ന് കൊന്ത ചൊല്ലിയാണ് കരഞ്ഞോണ്ടിരുന്നത്. മാതാവ് ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിനൊന്നും തിരിച്ചു പറയാനല്ല, അതൊക്കെ സഹിക്കാനുള്ള ആ ഒരു ശക്തി ഞങ്ങൾക്ക് തരണേ മാതാവ്. അതിനുള്ള മറുപടി മാതാവ് അവർക്കുള്ള മറുപടി എനിക്ക് കൊടുക്കാൻ പറ്റണമെന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നു. അത് മാത്രമല്ല, ഞാനിവിടെ കൊന്ത ചൊല്ലുമ്പോൾ എൻ്റെ പോലെ 3 വർഷമായിട്ട് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ ബോർഡറിൽ നിൽക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഇവിടെ വന്നിരുന്ന് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ദിവസവും 2 ആഴ്ച കൂടുമ്പോൾ ഇവിടുന്ന് കുമ്പസാരിക്കുമായിരുന്നു. ഇവിടെ പ്രേക്ഷിതയായിട്ട് വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ആത്മീയമായിട്ട് എനിക്ക് ഒരുപാട് വളരാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ കുർബാന സ്വീകരിക്കുമ്പോഴാണെങ്കിലും എനിക്ക് ദേഷ്യത്തിൻ്റെ കുറേ പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു. ഇപ്പം മുഴുവനായിട്ട് മാറിയെന്നല്ല, പക്ഷെ എന്നാലും അതൊക്കെ കുറേ കൺട്രോൾ ചെയ്യാനായിട്ട് എനിക്ക് പറ്റി. ഞാൻ കുറേയൊക്കെ അത് കരഞ്ഞാണ് തീർക്കുന്നത് മാതാവിൻ്റെ അടുത്ത് വന്ന്. മാതാവേ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ടു പോയി, എനിക്ക് പറയാൻ ഞാനപ്പം അത്രയും ചൂടാവരുതായിരുന്നു. ഞാൻ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇതിൽ കിട്ടാത്തതിൻ്റെ സങ്കടവും മാതാവ് എനിക്കിത് തരാത്തതിൻ്റെ അങ്ങനെ ഓരോരുത്തരും ഇപ്പോൾ ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ അപമാനിക്കുമ്പോൾ അങ്ങനെയുള്ള എല്ലാ വിഷമവും ഞാൻ ഇവിടെ വന്നിരുന്ന കരഞ്ഞു തീർക്കുന്ന മാതാവിൻ്റെ അടുത്ത്. അപ്പോൾ അത് കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ BSc നഴ്സിംഗ് എന്ന് തന്നെ എല്ലാവരോടും പറയാൻ തുടങ്ങി. കാര്യം അതുമാത്രമേ ഒരു കൺഫേം ആയിട്ട് അത് മാത്രമേ ഒരു സംഭവം കിട്ടിയിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ 3rd അലോട്ട്മെൻറ്റ് കൊടുക്കാൻ പോയപ്പോൾ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും കാശുരൂപമൊക്കെ കൊണ്ടുപോവുകയും ചെയ്തു. നമ്മൾ വീട്ടിൽ നിന്നാണെങ്കിലും എവിടെയെങ്കിലും പോകാനായിട്ട് ഇറങ്ങുവാണെങ്കിലും എല്ലാവരും വിശുദ്ധ തൈലം ഉപയോഗിച്ച് നെറ്റിയിൽ കുരിശ് വെച്ചിട്ടാണ് എല്ലാവരും ഇറങ്ങുന്നത്. അപ്പോൾ 3rd അലോട്ട്മെൻറ്റ് കൊടുക്കാൻ പോയി. അത് കഴിഞ്ഞ് എന്നോട് ഒരു ദിവസം പപ്പ ഇങ്ങനെ പറഞ്ഞായിരുന്നു, കളി തമാശയ്ക്ക് ഇങ്ങനെ പറഞ്ഞാണ്, നീ ഇങ്ങനെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതൊക്കെ ഉണ്ടല്ലോ, പക്ഷെ നിനക്ക് എല്ലാവർക്കും മാതാവ് അടയാളങ്ങൾ കൊടുക്കുന്നു, എല്ലാവർക്കും മാതാവ് ഡേറ്റ് കൊടുക്കുന്നു, നിനക്ക് മാത്രം ഒന്നും തന്നില്ലല്ലോ. അപ്പോൾ ഞാൻ അന്ന് രാത്രി ഒരു സ്വപ്നം കണ്ടത് എന്താണെന്ന് വെച്ചാൽ, അച്ഛൻ ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കുക. അപ്പം ഞാനും പപ്പയും അമ്മയുണ്ട്. അച്ഛൻ എൻ്റെ അടുത്ത് ബ്ലെസ് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, അച്ഛാ ഒന്നും ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അച്ഛൻ പറഞ്ഞു, അപ്പം ഞാൻ ഇവിടെ കൃപാസനത്തിൽ പ്രേക്ഷിതയായിട്ട് നിന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ ജോലിയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ജോലിയല്ല, എനിക്കൊരു MBBS സീറ്റാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അച്ഛൻ പറഞ്ഞു, അതൊക്കെ ശരിയാവും, അത് 20-ാം തീയതി ആകുമ്പോൾ ശരിയാവും എന്ന് പറഞ്ഞു. അപ്പം അന്ന് എഴുന്നേറ്റ് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇങ്ങനെ ഞാൻ സ്വപ്നം കണ്ടു 20-ാം തീയതി എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ ഒക്ടോബറിൽ ആ സ്വപ്നം കാണുന്നത്. അപ്പോൾ ഒക്ടോബർ 20 വരെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. പക്ഷേ അലോട്ട്മെൻറ്റിൻ്റെ സമയമൊക്കെ ആയപ്പോഴത്തേക്കും അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് 8-ാം തീയതിയൊക്കെയാണ്, ഒക്ടോബർ 8 എന്നൊക്കെയാണ് അവർ സ്കെഡ്യൂൾ പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു ഒക്ടോബർ 20 ഇനി എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഡേറ്റ് ഇങ്ങനെ നീളുക. അലോട്ട്മെൻറ്റ് ഓരോ പുതിയ കോളേജസ് ആഡാക്കുന്നു, ഡേറ്റ് നീളുന്നു, ഡേറ്റ് നീണ്ട് 18 വരെയായി. 18 വരെയായെന്ന് പറയുമ്പോൾ 18 വരെയാണ് ചോയ്സ് ഫില്ലിങ് ലോക്കിങ് നടന്നത്. 18 കഴിഞ്ഞ് 20-ാം തീയതിയാണ് ശരിക്കും പറഞ്ഞാൽ അലോട്ട്മെൻറ്റ് വരേണ്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായി 20-ാം തീയതി മാതാവ് എന്നോട് പറഞ്ഞ പോലെ തന്നെ എനിക്ക് 20-ാം തീയതി ആയിരിക്കും എനിക്ക് മാതാവ് അഡ്മിഷൻ തരാൻ പോകുന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. 18-ാം തീയതി കഴിഞ്ഞു. 20-ാം തീയതി ദീപാവലി നാഷണൽ ഹോളിഡേ ആയതുകൊണ്ട് 21-ാം തീയതി ഇന്നലെ ഞാൻ അലോട്ട്മെൻറ്റിൻ്റെ അലോട്ട്മെൻറ്റ് വരുമെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ വന്നില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ 20-ാം തീയതി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇത് 22-ആയി. എനിക്ക് ഇനി മാതാവ് എനിക്ക് പറഞ്ഞ ഡേറ്റ് ഞാനിപ്പോൾ എങ്ങനെ എല്ലാവരുടെ അടുത്തും പറയും?
എന്ന് പറഞ്ഞ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇന്നിവിടെ രാവിലെ വന്നു. ഇവിടെ ഉച്ചയായപ്പോൾ ഒരു 12 മണിയായപ്പോൾ ഞാൻ ഇവിടെ അമ്മയുടെ നടക്കിലിരുന്ന് സമ്പൂർണ്ണ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു. അത് ചൊല്ലിക്കഴിഞ്ഞ് ജപമാല സമർപ്പിച്ച് ഞാൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. നമ്മൾ ഗേറ്റ് കടന്നില്ല. അപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ നിന്ന് ഒന്നുകൂടെ സൈറ്റിൽ കയറി നോക്ക്. അപ്പോൾ ഞാൻ സൈറ്റിൽ കയറി നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ റാങ്കിൻ്റെ നേരെ ഒരു പുതിയ കോളേജ് അലോട്ടഡ് ആയിട്ടുണ്ട്. എനിക്കൊരു MBBS സീറ്റ് കിട്ടി, ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടി. കർണാടകയിലാണ്, ഗുൽബർഗ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് എനിക്ക് മെഡിസിന് സീറ്റ് കിട്ടിയത്. ഞാൻ ഒരുപാട് മാതാവിൽ നിന്ന് അകന്നു പോകാൻ വേണ്ടി ഒരുപാട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് കിട്ടിയ വേറൊരു സാക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കഴിഞ്ഞ മാസം നല്ലൊരു പനി വന്നു. പനി വെച്ചാൽ ഞാൻ തളർന്ന് താഴെ വീണു. അങ്ങനെ എനിക്ക് അത്രയും ഭയങ്കരമായിട്ടൊരു പനി എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ആ പനി വന്നപ്പോഴത്തേക്കും മാതാവിൻ്റെ കാശുരൂപം നെഞ്ചത്ത് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് എനിക്ക് പനി പെട്ടെന്ന് കുറഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ BP ലോ ആയിരുന്നു. ഞാൻ തന്നെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ച് ഇനിയിപ്പോൾ മരിക്കാൻ പോകണമെന്ന് വരെ ഞാൻ ചിന്തിച്ചു. കാര്യം എനിക്കങ്ങനെ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. ഞാൻ ഭയങ്കര പാനിക്കായി. എനിക്ക് നല്ല ടെമ്പറേച്ചർ കൂടിയിട്ട് അത്രയും പ്രശ്നമായി. പക്ഷേ കാശുരൂപം നെഞ്ചത്തെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ വെട്ടി വിയർക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ പനി പെട്ടെന്നാണ് കാശുരൂപം വെച്ച് കഴിഞ്ഞപ്പോൾ ആ സെക്കൻഡ് തന്നെ അപ്പം തന്നെ ഞാൻ ഭയങ്കരമായിട്ട് വിയർത്ത് ആ പനി എന്നെ വിട്ടുപോയി. ഒരു അധികം ആൻറ്റിബയോട്ടിക് എടുക്കേണ്ട ഒരു മെഡിസിൻ അങ്ങനെ കഴിക്കേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത് പത്രം ഇവിടുന്ന് കൊണ്ടുപോയി ജനറൽ ഹോസ്പിറ്റലിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. സ്വഭാവത്തിലെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ടൈപ്പ് ആളല്ല. ഞാൻ പള്ളിയിലൊക്കെ പോകും, എല്ലാ ദിവസവും കൊന്തയൊക്കെ ചൊല്ലും. പക്ഷേ എങ്കിലും ഞാനത് ഭയങ്കര മൈൻഡ്ഫുള്ളായിട്ട് ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരാളല്ല. കൊന്ത ചൊല്ലുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിലും എനിക്ക് എൻ്റെ ചിന്തകൾ പല വഴി ഇങ്ങനെ പോയി അത് എവിടെയെങ്കിലുമൊക്കെ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും എത്തുന്നത്. അപ്പം ഞാൻ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനും ഞാൻ സ്വന്തമായിട്ട് കൊന്ത ചൊല്ലുക എന്ന് പറയുന്നത് എൻ്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. കാര്യം ഞാനങ്ങനെ ചൊല്ലുന്ന ഒരാളെ അല്ല. വീട്ടിൽ തന്നെ ആരെങ്കിലുമൊക്കെ അമ്മ നിർബന്ധിക്കുമ്പോൾ വന്ന് കൊന്തയ്ക്കിരിക്കും, അങ്ങനെ ഒരാളായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ എല്ലാ ദിവസവും കൊന്ത ചൊല്ലുന്നുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ ഞായറാഴ്ച കൃപാസനത്തിൽ 25-ാം തീയതി അഖണ്ഡ ജപമാല റാലിയോടനുബന്ധിച്ച് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ അർത്തിങ്കിലേക്ക് ഒരു റാലി ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് 25-ാം തീയതി എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞു, ജിപ്മറിൽ പോകാനാണെങ്കിലും എനിക്ക് 25-ാം തീയതി എനിക്ക് റാലിക്ക് വരാൻ പറ്റത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഞാൻ ആദ്യമായിട്ടാണ്, ഇത്രയും നാളും ഇവിടെ അടുത്ത് തന്നെയാണ് വീടെങ്കിലും ഞാൻ ഒരിക്കൽ പോലും ജപമാല റാലിയിൽ പങ്കെടുത്തിട്ടില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഇവിടുന്ന് റാലിക്ക് പോയി, റാലി കംപ്ലീറ്റ് ചെയ്തു. അവിടെ ചെന്നപ്പോൾ അച്ഛനെല്ലാവരും ബ്ലെസ് ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എനിക്ക് ശാരീരികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷേ എനിക്കതൊരു പ്രശ്നമല്ലായിരുന്നു. ഞാൻ റാലി നടന്നപ്പോൾ മൊത്തം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മാതാവ് എനിക്കിത് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. ഞാൻ MBBS അഡ്മിഷനെ കുറിച്ചല്ല, ശരിക്കും എനിക്കിത് ചെയ്യണമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അന്ന് റാലിയുടെ ദിവസം മൊത്തം എനിക്ക് തടസ്സങ്ങളായിരുന്നു. എനിക്കൊരു പനി വന്നു, ഭയങ്കര ചുമ ജലദോഷമായിരുന്നു, മൊത്തം തടസ്സങ്ങളായിരുന്നെങ്കിലും എനിക്ക് അത് റാലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. 25-ാം തീയതി എനിക്ക് വരാൻ പറ്റത്തില്ലെങ്കിൽ എനിക്ക് അഖണ്ഡ ജപമാല ചൊല്ലി എനിക്ക് ആർക്കെങ്കിൽ വരെ നടക്കാൻ പറ്റി. കാരുണ്യപ്രവർത്തനമായിട്ട് ചെയ്തത് ഞാൻ ഒരു ഓൾഡ് ഏജ് ഹോമിൽ വിസിറ്റ് ചെയ്ത് അവിടെ അരി സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് എനിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മളെ കുത്തി വേദനിപ്പിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോഴും അഡ്മിഷൻ ശരിയായോ, എന്തായി, അവർക്ക് കിട്ടി, ഇവർക്ക് കിട്ടി, എല്ലാം ഇങ്ങനെ നമ്മളുടെ അടുത്ത് ഇങ്ങനെ നമ്മൾ വേദനിപ്പിക്കാൻ ഇങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഞാനതൊക്കെ മാതാവിൻ്റെ അടുത്താണ് വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. മാതാവ് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറയുന്നത് എനിക്ക് മാതാവിൻ്റെ അടുത്ത് മാത്രമേ എനിക്ക് വന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട്. അവരോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. അവരെല്ലാവരും മാതാവിൻ്റെ സമീപം ഞാൻ സമർപ്പിക്കുന്നു. ഇത്രയും വലിയ അനുഗ്രഹം അമ്മ എനിക്ക് തന്നത്, അമ്മയോട് ഞാൻ ഒരുപാട് നന്ദി. എൻ്റെ പേര് മജു. എനിക്ക് ഉടമ്പടി പുതുക്കുവാനും എൻ്റെ വൈഫിന് തീർത്ഥാടന ഉടമ്പടി എടുക്കുവാനും അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കുവാനും മാത്രമായിട്ട് 4 ദിവസത്തെ ലീവിന് ദുബായിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. എൻ്റെ വൈഫ് ജൂൺ മാസം ഓൺലൈനിൽ ഉടമ്പടി എടുത്തതിലൂടെ വൈഫിന് കിട്ടിയ സാക്ഷ്യം ഇപ്പം വൈഫ് പറയുന്നതാണ്. ആദ്യമേ തന്നെ പരിശുദ്ധ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരുവൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ അനുവദിച്ച കൃപയോർത്ത് ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി കരയേറ്റുന്നു. എൻ്റെ പേര് നീതു. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ പോലെ ഞാൻ ജൂണിലാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അതിന് കാരണമായി തീർന്നത് എൻ്റെ ഒരു എക്സാമാണ്.
ഞാൻ സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. NCLEX-RN എന്ന ഒരു എക്സാം ഉണ്ട്. അതൊരു മോസ്റ്റ് ടഫസ്റ്റ് എക്സാമാണ് നേഴ്സിംഗ് ഫീൽഡിൽ. അത് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ മാർച്ചിൽ എഴുതി, റിസൾട്ട് വന്നപ്പോൾ ഫെയിലായി. സെക്കൻഡ് അറ്റംപ്റ്റ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഉടമ്പടി എടുക്ക്, തീർച്ചയായിട്ടും മാതാവ് സഹായിക്കുമെന്ന്. പക്ഷേ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അത്ര കൺസിസ്റ്റൻസി അല്ലെന്ന് എനിക്കറിയാം. കാരണം ഹസ്ബൻഡ് എന്ന് പറയുന്ന വെളുപ്പിനെ 4 മണിക്ക്, ഇവിടുത്തെ 5:30 എന്ന് പറയുന്ന അവിടുത്തെ 4 മണിയാണ്. 4 മണിക്ക് എഴുന്നേറ്റ് ബൈബിൾ വായിക്കുകയും അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടുകയും ചെയ്യും. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കത് കൺസിസ്റ്റൻ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല. അതുമല്ല, ഒരിക്കൽ ഹസ്ബൻഡിൻ്റെ കൂടെ പത്രപ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ കൂടെ അവിടെ വഴിയിൽ. അപ്പം കുറേ പേര് നമ്മളെ ചീത്ത പറയുകയും കുറച്ച് പേരൊക്കെ നമ്മുടെ അടുക്ക വന്ന് മേടിക്കുകയും പിന്നെ ഹസ്ബൻഡ് കുറേ പേരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പത്രം കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഒരമ്മയും മകളും ഞങ്ങളെ കണ്ട ഉടനെ, ഹസ്ബൻഡിനെ കണ്ട ഉടനെ അവർ ഓടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതപ്പോൾ എന്നെ വളരെ വിഷമിപ്പിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്കിതൊന്നും പറ്റത്തില്ല, ഈ പത്രവും കൊണ്ടൊന്നും വഴിയോരത്ത് പോയി നിൽക്കുക. അതുമല്ല, അവിടെ ഒത്തിരി റെസ്ട്രിക്ഷൻസും ഒക്കെ ഉണ്ട്. പക്ഷെങ്കിൽ മാതാവ് എന്നെ കൈപിടിച്ച് ഇന്ന് ഈ തിരുവൾത്താരയിൽ നിർത്തിയത് ഒരുപാട് നന്ദി കരയറ്റുന്നു. ഞാൻ രണ്ടാമത് എക്സാം എഴുതിയെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയില്ല. സെക്കൻഡ് അറ്റംപ്റ്റിൽ ഞാൻ പറഞ്ഞു, എന്നെ ഉടമ്പടി എടുക്കില്ല, ഞാൻ തന്നെ ഒന്നുകൂടെ ഒന്ന് പഠിച്ച് നോക്കിക്കോട്ടെ. അങ്ങനെ രണ്ടാമത് 1.5 മാസത്തെ ഗ്യാപ്പിൽ ഞാൻ വീണ്ടും എക്സാം ബോംബെ വെച്ച്, നമ്മുടെ ദുബായിലൊന്നും എക്സാം സെൻറ്റർ ഇല്ല, നമ്മൾ ബോംബെ വരണം. അങ്ങനെ ബോംബെയിൽ വന്നിട്ടാണ് രണ്ടാമത് എക്സാം എഴുതിയത്. റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഫെയിലായി. രണ്ടാമത്തെ തവണ ആദ്യത്തേനേക്കാളിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചു. ഞാൻ എൻ്റെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഡിലീറ്റ് ചെയ്തു. ഈവൻ ആകപ്പാടെ കാണുന്നതെന്ന് പറഞ്ഞാൽ അത്യാവശ്യമുള്ള കാര്യങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് മാത്രമേ നോക്കത്തുള്ളൂ. ബാക്കി എല്ലാ ആപ്ലിക്കേഷൻസും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് രാത്രി 3 മണിക്കൂർ മാത്രം ഉറങ്ങി പഠിച്ചതാണ് ഞാൻ രണ്ടാമത് എക്സാം എഴുതാൻ പോയത്. പക്ഷേ അവിടെയും രണ്ടാമത്തെ തവണ എഴുതിയപ്പോഴും എനിക്ക് പാസ്സാകാൻ സാധിച്ചില്ല. തൊട്ടടുത്ത ദിവസം തന്നെ റിസൾട്ട് വന്നു. ഓൺലൈനിൽ രാത്രി 1 മണിക്കാണ് റിസൾട്ട് വന്നത്. അന്നേരവും പാസ്സായില്ല. അപ്പം തന്നെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കണം, എന്നെ സഹായിക്കാൻ. അപ്പോൾ ഹസ്ബൻഡാണ് എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അങ്ങനെ ഞാൻ ഈ ജൂൺ മാസത്തിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് ആദ്യത്തെ 2 തവണ ഞാൻ പഠിച്ചതിൻ്റെ പകുതി ഒന്നും ഞാൻ പഠിച്ചില്ല. ആ സമയങ്ങളിൽ ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് നേരത്തെ തൊട്ടേ കൂടും. അതുകൂടാതെ തന്നെ ധ്യാനം ഇതുവരെ മുടക്കിയിട്ടില്ല. എല്ലാ ചൊവ്വാഴ്ചകളും നടക്കുന്ന ധ്യാനങ്ങൾ ഇതുവരെ മുടക്കിയിട്ടില്ല. ഉപവാസം എടുക്കാറുണ്ട്. അതുപോലെ തന്നെ പഠിക്കാനായിട്ട് ബുക്ക് എടുക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നേരത്തെ പഠിച്ചതുകൂടി ഓർക്കാത്ത ഒരവസ്ഥയായിപ്പോയി. പക്ഷെങ്കിൽ ഞാൻ വചനം 2-3 മണിക്കൂർ ബൈബിൾ വായന നടത്താറുണ്ട്. അത് കണ്ടിന്യൂസ് അല്ല, ദിവസത്തിൽ പല സമയങ്ങളിലായിട്ട്. അങ്ങനെ ആരാധനയിൽ വിശുദ്ധ ദേവാലയത്തിൽ പോകുവാനും കുർബാന സ്വീകരിക്കുവാനും ഒക്കെ കൂടുതൽ സമയവും ഒക്കെ ചെലവഴിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും എക്സാമിന് ഡേറ്റ് എടുത്തു. അടയാളങ്ങൾ ചോദിക്കാൻ എനിക്ക് ഒരു മടിയായിരുന്നു. കാരണം മാതാവിനെ ഈശോയും സംശയിക്കുവാണോ എന്നുള്ളൊരു ചിന്തയായിരുന്നു ഞങ്ങൾ ഓർത്തഡോക്സ് സഭാ വിശ്വാസികളാണ്. അപ്പം മാതാവിനെയും ഈശോയും അങ്ങനെ നമ്മൾ സംശയിക്കുകയാണോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഇടയ്ക്ക് ഉണ്ടായ കാരണം ഞാൻ അടയാളങ്ങൾ ചോദിക്കാൻ മാതാവ് ഈശോയും നമ്മളെ സഹായിക്കും, അങ്ങനെ ഒരു ചിന്തയായിരുന്നു എൻ്റെ. പക്ഷേ ഇവിടെ അച്ഛൻ്റെ ധ്യാന പ്രസംഗങ്ങളും അതുപോലെ ഓരോരുത്തരുടെ സാക്ഷ്യങ്ങളും കേട്ടപ്പോൾ ഞാനും എൻ്റെ ചിന്തകളൊക്കെ മാറി. ഞാനും അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച് അപേക്ഷിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് സുഗന്ധാഭിഷേകം 2 തവണ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഉണ്ടായിരുന്നു സുഗന്ധാഭിഷേകം. അതിനു മുമ്പേ ഞാൻ വേറൊരു എക്സാം എഴുതിയ സമയത്തും എനിക്കിതുപോലെ സുഗന്ധാഭിഷേകം കിട്ടിയിരുന്നു. പക്ഷേ അന്നേരം എനിക്കത് എന്താണെന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. കാരണം ഞാൻ അന്നേരം ഈ സാക്ഷ്യങ്ങളൊന്നും കേട്ട് തുടങ്ങിയില്ലായിരുന്നു ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ. അങ്ങനെ ജൂൺ മാസത്തിൽ കഴിഞ്ഞ മാസത്തിൽ ഞങ്ങൾ വീണ്ടും എക്സാം എഴുതാൻ പോയി ബോംബെയിലേക്ക്. സത്യം പറയട്ടെ, ഞാനൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു. ഞാൻ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഇവിടുന്ന് ഫ്ലൈറ്റിൽ പോകുന്ന വഴിക്കുമൊക്കെ ഞാൻ വചനം വായിക്കുകയും അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും മാത്രമാണ് ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയതും മാതാവിൻ്റെ പ്രത്യക്ഷീകരണം, അതായത്
ഫ്ലൈറ്റിൽ ആദ്യമായിട്ടാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോഴും ഒരിക്കലും അതിൻ്റെ ഇൻറ്റീരിയർ ചേഞ്ചസ് ഒന്നും കണ്ടിട്ടില്ല. പക്ഷെങ്കിൽ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയതും ഈ ഫ്ലൈറ്റിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ ഫുൾ ബ്ലൂ കളറായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. അപ്പം തന്നെ നമ്മൾ ഉറപ്പിച്ചു മാതാവ് ഞങ്ങളുടെ കൂടെ എക്സാമിന് വരുവാന്നുള്ളത്. അതുപോലെ തന്നെ ഞങ്ങൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു, ബോംബെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത സമയത്ത് എൻ്റെ മകൻ പറഞ്ഞു, അമ്മ ടി വിയുടെ സ്ക്രീനിൽ റെയിൻബോ ഉണ്ട്, അമ്മ ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. ആ സമയത്ത് തന്നെ പൈലറ്റും അനൗൺസ് ചെയ്തു ദെർ ഈസ് എ റെയിൻബോ എന്ന്. അപ്പം തന്നെ ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി. അടുത്ത ദിവസം എക്സാം കഴിഞ്ഞു. അന്ന് അടുത്ത ദിവസം ദുബായിൽ എത്തിക്കഴിഞ്ഞ് റിസൾട്ട് നോക്കിയപ്പം രാത്രി 2 മണിക്കാണ് റിസൾട്ട് വന്നത്. അവിടുത്തെ ഹസ്ബൻഡാണ് നോക്കി അത്ഭുതമെന്ന് പറയട്ടെ, എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ പാസ്സായി. മാതാവില്ലായിരുന്നെങ്കിൽ ഈ 3rd അറ്റംപ്റ്റിൽ എനിക്ക് NCLEX എന്ന പരീക്ഷ പാസ്സാകുവാൻ സാധിക്കത്തില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ ഇപ്പോൾ എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊരു സാക്ഷി എന്ന് പറഞ്ഞാൽ, ഇതിനു മുമ്പ് ഞാൻ വേറൊരു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് OET കഴിഞ്ഞ വർഷമായിരുന്നു എഴുതിയിരുന്നത്. അന്ന് ഞാൻ ഉടമ്പടിയിലല്ലായിരുന്നു, എൻ്റെ ഹസ്ബൻഡായിരുന്നു അന്ന് ഉടമ്പടി എടുത്തിരുന്നത്. ഹസ്ബൻഡിൻ്റെ ഉടമ്പടി നമുക്ക് ചുറ്റിപ്പെട്ട് നിൽക്കുന്നവരുടെ ഉടമ്പടി സഹായത്താലും നമുക്ക് അനുഗ്രഹം ലഭിക്കുമെന്നുള്ളതാണ് ഈ പറയുന്ന സാക്ഷ്യത്തിൻ്റെ ഉള്ളടക്കം. ഞാൻ OET ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് 4 മൊഡ്യൂൾസിനും പാസ്സാകാൻ സാധിച്ചു. റീഡിങ് എനിക്ക് വളരെ ടഫായിരുന്നു. അതുപോലെ തന്നെ ലിസണിങ് ആൻഡ് റൈറ്റിംഗ് വളരെ എളുപ്പമുള്ള മൊഡ്യൂളായിരുന്നു. പരീക്ഷ എഴുതാൻ ചെന്ന സമയത്ത് ആദ്യത്തെ അറ്റംപ്റ്റിൽ എനിക്ക് 4 മൊഡ്യൂൾസിനും നല്ല സ്കോർ കിട്ടത്തില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. 2 തവണയോ 3 തവണയോ എഴുതി ക്ലബിംഗ് സ്കോർ എടുക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ പരീക്ഷ എഴുതാൻ പോയത്. പരീക്ഷ എഴുതി കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ടഫായ റീഡിങ് എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് എഴുതി തീർക്കുവാനും എനിക്ക് നേരത്തെക്കാട്ടിലും വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നുകയും ചെയ്തു. പിന്നെ എൻ്റെ ലിസണിങ് എനിക്ക് നേരത്തെ എളുപ്പമായിരുന്നു, പക്ഷേങ്കിൽ എൻ്റെ എക്സാമിൻ്റെ സമയത്ത് എനിക്കത് ടഫായിട്ടായിരുന്നു തോന്നിയത്. റൈറ്റിംഗ് എന്ന് പറയട്ടെ, ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എൻ്റെ റൈറ്റിങ്ങിന് ഞാൻ പാസ്സാകുമെന്ന്. നേരത്തെ എളുപ്പമായിരുന്നെങ്കിൽ പോലും, കാരണം റൈറ്റിങ്ങിൽ ഞാൻ എഴുതി തീരാറായ സമയത്ത് എൻ്റെ ഒരു മിസ്റ്റേക്ക് ഞാൻ കണ്ടുപിടിച്ചു. അത് ഉറപ്പായിട്ടും ആ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മളെ അവർ പാസ്സാക്കത്തില്ല. ഞാൻ പെട്ടെന്ന് അത് റബ്ബ് ചെയ്തിട്ട് എനിക്കറിയാവുന്ന ആൻസർ എഴുതാൻ വേണ്ടി ഞാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവിടുത്തെ ഇൻവിജിലേറ്റർ എന്നോട് പറഞ്ഞു, ഡ്രോപ്പ് യുവർ പെൻ. എനിക്കിനി മുന്നോട്ട് പോകാനോ ഓൾറെഡി സമയം കഴിഞ്ഞു, ഇനിയും അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഉറപ്പിച്ചു ഞാൻ റൈറ്റിങ്ങിന് ഫെയിലായി എന്ന് ഞാൻ ഉറപ്പിച്ചാണ് ആ ക്ലാസ് അവിടെ നിന്ന് ഇറങ്ങിയത്. അത്രയും സ്ഥലത്ത് ഒരു ലൈൻ ഫുൾ ബ്ലാങ്കായിട്ടാണ് കിടക്കുന്നത്. 1 മാസം കഴിഞ്ഞ് എൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടിയത് എൻ്റെ റൈറ്റിങ്ങിനാണ്. എബവ് 400 ഉണ്ട് എല്ലാ മൊഡ്യൂൾസിനും. അമ്മ മാതാവ് ഈശോയോട് പറഞ്ഞ് എനിക്ക് എല്ലാ മൊഡ്യൂൾസിനും B സ്കോർ തന്ന് അനുഗ്രഹിച്ചു. അതുപോലെ എനിക്ക് പറയുവാനുള്ളതെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ധ്യാനം, ചൊവ്വാഴ്ച ദിവസത്തെ ധ്യാനത്തിൽ ഞാൻ ഈ NCLEX എക്സാം എഴുതാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഒരു 20 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു ഞാൻ ഇങ്ങനെ കേട്ടപ്പം അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ വിഷയത്തിന് 44 ദിവസത്തിന് ഒരു അത്ഭുതം നടക്കുമെന്ന്. എൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ നടന്നു. ഞാൻ എൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് പോയി നോക്കിയപ്പോൾ കറക്റ്റ് എൻ്റെ 42ാമത്തെ ദിവസത്തിലാണ് എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട്, അതായത് പാസ് എന്നുള്ള റിസൾട്ട് വന്നത്. അത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തന്നെ തോന്നി. ഞങ്ങളുടെ മക്കൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ രോഗസൗഖ്യങ്ങളാണ്. പക്ഷേ അവരെ ഇന്നിവിടെ കൊണ്ടുവരാൻ സാധിക്കാത്തതിനാൽ എനിക്കത് പറയുവാനും കഴിയത്തില്ല. ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്, ഞങ്ങൾ അടുക്കൽ വരുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവരെയും ഓരോ സഹായത്തിനായിട്ട് വരുന്നവരെയൊക്കെ സഹായിക്കാറുണ്ട്. അതുപോലെ ഈ കഴിഞ്ഞ 20 ദിവസം മുമ്പ് നമ്മുടെ വീടിനടുത്തുള്ള ഒരു കുട്ടീനെ ജോലിക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. അവളിപ്പോൾ അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങളാണ് നോക്കുന്നത്. അമ്മയുടെ കൂട്ടത്തിൽ അമ്മയ്ക്കും വരാൻ സാധിച്ചില്ല, അവളുള്ള കാരണം അമ്മയുടെ കൂട്ടത്തിൽ അവളവിടെ ഓരോ ദിവസം ഇന്നും ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ടെന്ന് പറഞ്ഞാൽ ഓൺലൈൻ മീഡിയ വഴി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കൃപാസന മാതാവിനെ പറ്റി സംസാരിക്കുകയും അതുപോലെ തന്നെ നേരിട്ട് കാണുന്നവരോടൊക്കെ സംസാരിക്കുകയും ചെയ്യാറുണ്ട്. ഇത്രയും അത്ഭുതം നടത്തി തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി കരേറ്റുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡിനെ കുറിച്ചാണത്. ഞങ്ങൾക്ക് ജോസഫ് അച്ഛനെ ശരിക്കും അറിയാൻ തുടങ്ങി 1.5 വർഷമായിട്ടുള്ളൂ. അതിന് മുമ്പ് ജോസഫിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. ഞങ്ങളെക്കുറിച്ച് ജോസഫിനൊന്നും അറിയില്ല. എല്ലാ ദിവസവും
രാവിലെ 5:30-ക്കുള്ള ഡെയിലി ബ്രെഡ് ഞാൻ മാക്സിമം അതേ സമയത്ത് തന്നെ കൂടാറുണ്ട്. മാർച്ച് മാസം 17-ാം തീയതി നടന്ന ഡെയിലി ബ്രെഡിലെ ഒരു സംഭവം എന്ന് പറയുന്നത്, ഞങ്ങൾ ഒരു 1.5 വർഷമായിട്ട് ഒരു വീട് വെക്കാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു തിരുവല്ലയിൽ. ഞങ്ങൾ അതിന് സ്ഥലമൊക്കെ വാങ്ങിച്ച് സ്ഥലമെല്ലാം റെഡിയാക്കി. ഈ 2025 മാർച്ച് 17-ന് അത് കല്ലിടാൻ വേണ്ടി ഞങ്ങൾ ഒരാഴ്ച മുമ്പെല്ലാം പ്ലാൻ ചെയ്ത് മാർച്ച് 17-ാം തീയതി കല്ലിടാൻ വേണ്ടി തീരുമാനിച്ചു. അന്ന് രാവിലത്തെ ഡെയിലി ബ്രെഡിൽ ബഹുമാനപ്പെട്ട ജോസഫച്ചൻ പ്രാർത്ഥനയിൽ പ്രത്യേകം പറഞ്ഞു, ഇന്ന് വീട് പണി ആരംഭിക്കുന്നതിനായിട്ട് കല്ലിടുന്നവരുണ്ട്, അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു സംഭവം ഡെയിലി ബ്രെഡിലൂടെ ഞങ്ങൾക്ക് സംഭവിച്ചത്, ഞങ്ങളുടെ ബ്രദർ US-ലാണ്. ആൾക്ക് ബ്രീത്തിങ്ങിനൊരു ചെറിയ ഇഷ്യൂ ഉണ്ട്. അപ്പം ഇവിടെ സർജറിയൊക്കെ ചെയ്താണ്, ഇവിടുത്തെ ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലിൽ സർജറിയൊക്കെ ചെയ്താണ്. അതത്ര ക്ലിയർ ആയില്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും അത് റിപ്പീറ്റായി ആ ബ്രീത്തിങ് ഇഷ്യൂ. മൂക്കിൻ്റെ പാലമകത്ത് വളഞ്ഞിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് ആ ബ്രീത്തിങ് ഇഷ്യൂ വരുന്നത്. അപ്പം ഈ വർഷം 2025 മെയ് 16-ാം തീയതി സർജറി അവിടെ അമേരിക്കയിൽ തന്നെ സർജറി ചെയ്യുവാനായിട്ട് അവർ തീരുമാനിച്ചു. ഞങ്ങളെല്ലാം പ്രാർത്ഥനയിൽ ഓർത്തു. അന്ന് രാവിലത്തെ ഡെയിലി ബ്രെഡിൽ ജോസഫച്ചൻ പ്രത്യേകം പറഞ്ഞു, ഇന്ന് മൂക്കിന് ഇടതുവശത്ത് സർജറി ചെയ്യുന്ന ഒരാളുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് തുടർച്ചയായിട്ട് വരുമ്പം ഞങ്ങളും ഞങ്ങളുടെ കുടുംബം എല്ലാവരും, ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ പേരൻസും എല്ലാം കൃപാസന അമ്മ മാതാവിനോട് മധ്യസ്ഥത കൂടുതൽ യാചിക്കുകയും ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ധ്യാനത്തിലുള്ള എല്ലാ വചനങ്ങളും ഞങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ. മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ഞാൻ അമ്മയോട് നന്ദി പറയുന്നു. എൻ്റെ പേര് അനീഷ ഡിനോൺ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. വർക്ക് ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ് നേഴ്സായിട്ട്. ഞാൻ ആദ്യം ഇന്നാണ് ശരിക്കും ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആദ്യം ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു. അതെടുക്കാനുണ്ടായ സാഹചര്യത്തിന് മുമ്പ് ഞാൻ ആദ്യം കൃപാസനത്തെക്കുറിച്ച് കേട്ടത് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്നാണ്. എനിക്ക് 4 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ, ഹസ്ബൻഡ് പുറത്തായിരുന്നു. പക്ഷെ ഞങ്ങൾ വെക്കേഷന് വരുമ്പോഴൊക്കെ ഒരു കുഞ്ഞിന് വേണ്ടി ശ്രമിച്ചായിരുന്നു, പക്ഷേ കിട്ടിയില്ല. പിന്നെ അവസാനം ഞങ്ങൾ തീരുമാനിച്ചു ഒരുമിച്ച് സൗദിയിൽ സെറ്റിലാവാം, എന്നിട്ടൊരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യാമെന്ന്. പക്ഷെ ഉടമ്പടി എടുക്കാനായിട്ട് എനിക്ക് എന്തോ ഒരു കോൺഫിഡൻസ് കുറവായിരുന്നു. അത് ഉടമ്പടിയിൽ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് തുടങ്ങി. 2 മാസത്തിൻ്റെ ഉള്ളിൽ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാണ്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം ഉണ്ടായത്, എൻ്റെ ഹസ്ബൻഡ് സൗദിയിൽ ഒരു 8 years ആയിട്ട് ഒരു വർക്കിംഗ് സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുമായിരുന്നു. ബാക്കി ഹസ്ബൻഡ് പറയും. പ്രത്യക്ഷീകരണത്തിനെ സാക്ഷിയാക്കി മാറ്റിയതിന് അമ്മ മാതാവിന് നന്ദി. എൻ്റെ പേര് ഡിനോൺ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ കറൻ്റ്ലി സൗദി അറേബ്യയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 8 കൊല്ലമായിട്ട് വർക്ക് ചെയ്യേണ്ടായിരുന്നു കമ്പനിയിൽ. ആ കമ്പനിയിൽ മാനേജറുമായിട്ട് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാവുകയും ആ മാനേജർ, അതായത് ഗ്രൂപ്പിസം, നെപ്പോട്ടിസം, അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഫാമിലി തന്നെ സപ്പോർട്ട് ചെയ്യുകയും ബാക്കിയുള്ള വർക്കേഴ്സിനെ, അതായത് എക്സ്പീരിയൻസ് കൂടുതലുള്ളവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയും എക്സ്പീരിയൻസ് കുറവുള്ള അവരുടെ ബന്ധത്തിൽപ്പെട്ടവരുള്ള ആൾക്കാർക്ക് മാത്രം സാലറി ഇൻക്രിമെൻ്റ്, ഹൈക്കിങ്, പിന്നെ അതുപോലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുകയും ചെയ്തു. അത് ഞാൻ ചോദ്യം ചെയ്തു. 8 കൊല്ലമായിട്ട് വേറെ കംപ്ലൈൻറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ എന്നോട് മാനേജർ പറഞ്ഞു, മലയാളിയാണ്, എന്നോട് പറഞ്ഞു, എക്സിറ്റ് പൊക്കോ, നീ പറ്റുന്നുണ്ടെങ്കിൽ ഇതൊക്കെ സഹിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിന്നാൽ മതി, അല്ലെങ്കിൽ നീ എക്സിറ്റ് പൊക്കോ, അല്ലെങ്കിൽ വേറെ കമ്പനിക്ക് മാറിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എക്സിറ്റ് പൊക്കോണ്ട് കുഴപ്പമില്ല, എനിക്ക് എക്സിറ്റ് അടിച്ചു തന്നോളൂ പറഞ്ഞു. എന്നിട്ട് ഞാൻ എക്സിറ്റ് അടിച്ചോളാമെന്ന് പറഞ്ഞു. ഞാൻ റൂമിലേക്ക് വന്നു. പിന്നെ ഞാൻ പോയില്ല, ഒരു 15 ദിവസം കമ്പനിയിലേക്ക് പോയില്ല, എക്സിറ്റ് അടിക്കുന്നു പ്രതീക്ഷിച്ചിട്ട്. എക്സിറ്റ് അടിച്ചാൽ എനിക്ക് നാട്ടിൽ വന്നിട്ട് വേറെ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ എക്സിറ്റ് അടിക്കുന്നു പ്രതീക്ഷിച്ചിട്ട് പോവാണ്ട് 15 ദിവസം നിന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ എൻ്റെ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാർഡ് ഇട്ടപ്പോഴാണ് അറിയണത് അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. കമ്പനി അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. ഇത് അക്കൗണ്ട് എന്താ ഫ്രീസ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ബാങ്കിൽ നിന്ന് പറഞ്ഞു, നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഫ്രീസ് ചെയ്തതാണ് അക്കൗണ്ട്, നിങ്ങൾ കമ്പനിയിൽ പോയി ചോദിക്കാൻ പറഞ്ഞു. കമ്പനിയിൽ ഞാൻ ചെന്ന് ചോദിച്ചു, എന്തിനാണ് എൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തത്? നിങ്ങൾ എക്സിറ്റ് അടിക്കുകയാണെങ്കിൽ എൻ്റെ സർവീസ് മണി എല്ലാതും തന്നിട്ടല്ലേ നിങ്ങൾ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ പറ്റുള്ളൂ, എന്നാലും ഫ്രീസ് ചെയ്യാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് പറയുന്നത്, നിനക്ക് എക്സിറ്റ് അല്ല അടിച്ചു കൊടുക്കുന്നത്, നിനക്ക് ഹുറൂബാണ് അടിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. ഹുറൂബ് എന്ന് പറഞ്ഞാൽ ബാനാണ്, സൗദിയിലേക്ക് റീ എൻട്രി ചെയ്യാൻ പറ്റില്ല, വേറെ ജോബിന് അവിടെ കയറാൻ പറ്റില്ല,
അങ്ങനെ ബാൻ ചെയ്തിട്ട് ഹുറൂബാക്കി എൻ്റെ സ്റ്റാറ്റസ്, ഇക്കാമയുടെ സ്റ്റാറ്റസും പാസ്പോർട്ട് സ്റ്റാറ്റസും. അങ്ങനെ ഒരു 1.5 വർഷത്തോളം ഞാൻ ഇല്ലീഗലായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ കൂടെ വർക്ക് ചെയ്യണ ചേച്ചിയാണ് പറഞ്ഞത്, ഇങ്ങനെ ഉടമ്പടി എടുക്ക്, അത് പ്രാർത്ഥിച്ചാൽ നടക്കും മാതാവിൻ്റെ അടുത്ത്. ആ ചേച്ചി ഇന്നിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളിന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ആ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ ചേച്ചി പറഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. എൻ്റെ വൈഫ് ഓൺലൈനായിട്ട് ജൂൺ മാസം ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഓൺലൈനിലായിട്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ തിങ്കിങ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അമ്മയാണ്, അമ്മയോട് നമ്മൾ ഉടമ്പടിയിലൂടെ കാര്യങ്ങളങ്ങനെ പറയേണ്ട കാര്യമില്ലേ. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അമ്മയോട് ഡയറക്റ്റായിട്ട് പറയാം, അപ്പോൾ അമ്മ അത് സാധിച്ചു തരാം. അങ്ങനെയാണ്. ഞാൻ ഒരു വിശ്വാസമുള്ള ആളായിരുന്നു ചെറുപ്പം തൊട്ടിട്ട്. എന്ത് കാര്യത്തിലും ഞാൻ നേരിട്ട്, അതായത് എനിക്ക് തീരെ പറ്റാത്ത ഒരു അവസ്ഥകൾ വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, അത്ര തന്നെയുള്ളൂ. അല്ലാണ്ട് അങ്ങനെ പള്ളിയെ പോക്ക് അതൊക്കെ കുറവുള്ള ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ അമ്മോട് അങ്ങനത്തെ ഒരു ചിന്താഗതിയായിരുന്നു, എന്തിനാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് എന്തായാലും വൈഫ് എടുത്തിട്ടുണ്ട്. അത് കാലത്ത് എൻ്റെ പ്രഭാത പ്രാർത്ഥന ചെല്ലും, സാക്ഷ്യങ്ങൾ കേൾക്കും, അത് ഷെയർ ചെയ്യും, അതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വൈഫ് പറഞ്ഞു ഒരു ദിവസം, ഇതിങ്ങനെ എടുത്താൽ ശരിയാവില്ല, നിങ്ങൾ കൂടി ഉടമ്പടി എടുക്കണം, എന്നാലാണ് നിങ്ങളുടെ കാര്യങ്ങൾ ശരിയാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു എന്ന് വൈഫ് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ശരി. അങ്ങനെ ഒരു ഇതോട് കൂടിയിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ട് ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞിട്ട് സെപ്റ്റംബർ 1 തീയതി 2025 കഴിഞ്ഞ മാസമാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തപ്പോൾ തന്നെ കാലത്ത് പ്രഭാത പ്രാർത്ഥന ചൊല്ലി, സാക്ഷ്യങ്ങൾ കേട്ടു, സാക്ഷ്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തു, വാട്സപ്പിൽ ഷെയർ ചെയ്തു. പിന്നെ വൈഫ് എന്നോട് പറഞ്ഞു, ഇനി രാത്രിയിൽ പ്രാർത്ഥനയുണ്ട്, അതിനുശേഷം അരമണിക്കൂർ ബൈബിൾ വായിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയെല്ലാം കഴിഞ്ഞു, ഇനി പ്രാർത്ഥനയും ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, ബൈബിൾ വായന ഞാൻ മറന്നിരുന്നു, ഞാൻ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്ന് വെച്ചിട്ട് ബാക്കി പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ സീരിയൽ കണ്ടോട്ടെ, സീരിയലല്ല ബിഗ് ബോസ്, അത് കാണുന്ന ആളായിരുന്നു. അപ്പോൾ അത് ഞാൻ കണ്ടോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു എന്നോട്, അത് കാണുന്നതിന് മുമ്പ് ബൈബിൾ വായിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ബൈബിൾ വായിച്ചിട്ടില്ല. അപ്പോൾ പറഞ്ഞു ബൈബിൾ വായിച്ചിട്ട് പിന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു, എന്നിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ബൈബിൾ വായിക്കാനിരുന്നു. ബൈബിൾ വായിക്കുന്നത് ഞങ്ങൾ ഈ നമ്മുടെ മാതാവിൻ്റെ ഫോട്ടോ ഞങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട് അവിടെയാണ് മെഴുകുതിരി കത്തിച്ചിട്ട് പ്രാർത്ഥിക്കേണ്ടായിരുന്നത്. ആ മെഴുകുതിരി കത്തിച്ചിട്ടാണ് ഞാൻ ബൈബിൾ വായിക്കാതിരിക്കുന്നത്. എൻ്റെ മുമ്പിൽ ഒരു മിററുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ബൈബിൾ വായിക്കാത്ത ആൾ, കണ്ടിന്യൂസ് അരമണിക്കൂർ വായിക്കാത്ത ആളായതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് വായിച്ച് എനിക്ക് ഉറക്കം വരുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മിററിൽ, എൻ്റെ ഫ്രണ്ടിൽ മിററാണ്, ആ മിറർ നോക്കിയിട്ടാണ് ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ട്, ഇങ്ങനെ ബൈബിൾ വായിക്കുമ്പോൾ മിറർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ട് കാണാം. ഒരു 15 മിനിറ്റ് വായിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണടഞ്ഞു പോവാണ്. അപ്പോൾ ഇങ്ങനെ കണ്ണിങ്ങനെ അടഞ്ഞ്, എന്നാലും നമുക്ക് ഇങ്ങനെ കണ്ണടഞ്ഞു പോയാലും ഈ സൈഡിൽ ഇങ്ങനെ വരണത് അറിയാൻ പറ്റും. ആരെങ്കിലും വന്നാലോ എന്തെങ്കിലും ഓബ്ജക്റ്റ് വന്നാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇരുട്ടാണ് റൂം, ഇതിൻ്റെ മെഴുകുതിരിയുടെ വെളിച്ചം മാത്രമേ ഉള്ളൂ. ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈഫ് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വന്ന് എൻ്റെ അടുത്തുള്ള കട്ടിലിന്മ അവിടെ ഇരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൾ എന്നെ ചെക്ക് ചെയ്യാൻ വന്നിട്ടുള്ളതാണ്. ഞാൻ ഉറങ്ങുന്നുണ്ടോ, അവൾക്കറിയാം ബൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉറക്കം വരും. അപ്പോൾ ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവൾ വന്നിരിക്കുന്നത്, വൈഫ് വന്നിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവൾ കണ്ണ് തുറന്നിട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങി. ശരിക്കും ബൈബിൾ വായിച്ചു. അരമണിക്കൂറും കഴിഞ്ഞിട്ട് ഇവളൊന്നും മിണ്ടുന്നില്ല. അല്ലെങ്കിൽ ചോദിക്കേണ്ടതാണ് സാധാരണ, എന്താണ് ബൈബിൾ വായിച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥന എത്തിക്കാം, അങ്ങനെ പറയുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അത് ബൈബിൾ വായിച്ച് കഴിഞ്ഞിട്ടും ചോദിക്കണില്ല. ചോദിക്കേണ്ടായപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കിയതാണ്. നോക്കിയപ്പോൾ അവിടെ അവളെ കണ്ടില്ല, ഇവളവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ചോദിക്കില്ല, ഞാൻ അവിടെ ഇല്ലാത്തപ്പോൾ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നത് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം ഓടി. ഇവളെ അടുക്കളയിൽ ഉണ്ടാവും അല്ലെങ്കിൽ അവിടെ ബാത്റൂമിൽ എവിടെയെങ്കിലും ഉണ്ടെന്ന് നോക്കാൻ പോയപ്പോൾ ഇവളെ അടുക്കളയിൽ നിന്ന് പാത്രം മോറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചു, നീ എന്താ അവിടെ വന്ന് നിന്നിട്ട് ഞാൻ ബൈബിൾ വായിക്കണ ഒന്നും ചോദിച്ചില്ല, പ്രാർത്ഥന എത്തിക്കേണ്ടത്? അതിന് ഞാനൊന്നും വന്നില്ലല്ലോ, ഞാൻ വന്നിട്ടേ ഇല്ല അവിടെ ഇരിക്കാൻ, അവിടെ വന്നിട്ടുമില്ല ഇരുന്നിട്ടുമില്ല ഒന്നും അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവളെ വിളിച്ചുകൊണ്ടുപോയി കാണിച്ചു, ഇതേ വന്നു, നീ ഇവിടെ അല്ലായിരുന്നേ, കട്ടിലിൻ്റെ ഈ സ്ഥലത്തല്ലേ ഇരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നിട്ടില്ല, സത്യമായിട്ടും വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എനിക്കൊരു പേടി പോലെ വന്നു, ഒരു തണവ് പോലെയൊക്കെ തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചു, മാതാവേ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ നീനാണോ അത് വന്നത്? ഞാൻ ചോദിച്ച വശം ഞങ്ങളുടെ AC-യിൽ സൈഡിൽ വൈഫിൻ്റെയും മകൻ്റെയും ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അത് 2 കൊല്ലമായിട്ട് അനങ്ങാണ്ടിരിക്കുന്ന ഫോട്ടോയാണ്. ഞാനിത് ചോദിച്ചു, മാതാവേ നീയാണോ വന്നതെന്ന്, ആദ്യത്തെ ദിവസമായിട്ട് ഉടമ്പടി എടുത്ത് അന്ന് നീനാണോ വന്നതെന്ന് ചോദിച്ച വശം
ആ ഫോട്ടോ വീണതോട് കൂടിയിട്ട് എനിക്ക് പേടിയോട് കൂടി ഒരു ഇത് അങ്ങനെ ആയിപ്പോയി. ഒരു വിശ്വാസം വരികയും ചെയ്തു. അതാണ് അന്ന് ഉടമ്പടി എടുത്ത ആദ്യത്തെ ദിവസം തന്നെ അങ്ങനെ ആയതുകൊണ്ട് പിന്നെ തൊട്ട് ഞാൻ ബൈബിൾ വായിക്കൽ അരമണിക്കൂറല്ല അതിൽ കൂടുതലാക്കി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. പിന്നെ ഇവളുടെ ഉടമ്പടി, വൈഫിൻ്റെ ഉടമ്പടി കഴിയാറായി, 3 മാസം കഴിയാറായി. അതായത് സെപ്റ്റംബർ 22-ാം തീയതിയാണ് കഴിയണത്. അപ്പോൾ സെപ്റ്റംബർ 16-ാം തീയതി ഇവൾ പറയണം എന്നോട് 22-ാം തീയതി ഞാൻ എൻ്റെ ഉടമ്പടി അവസാനിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ടെൻഷൻ അടിക്കണ്ട, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനും നശിപ്പിക്കാനും ഒരു സെക്കൻഡ് പോലും ആവശ്യമില്ലാത്ത അവർക്ക് എല്ലാം സാധ്യമാണ്. ഈ നിയമങ്ങൾ മാറ്റാനും മറയ്ക്കാനൊക്കെ അവർക്ക് പറ്റും, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു. 16-ാം തീയതി 18-ാം തീയതി കാലത്ത് ഒരു മെസ്സേജ് വരാണ്. ഇവളുടെ ഹെഡ് നേഴ്സ് കല ഇവൾക്ക് മെസ്സേജ് അയച്ചത്, ഇങ്ങനെ ഹുറൂബുള്ളവർക്കെല്ലാം ഹുറൂബ് സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അത് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. 18-ാം തീയതി ഞങ്ങൾ പോയി ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്യാൻ ഓഫീസിൽ പോയപ്പോൾ ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് കുറച്ച് ഉപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. വെഞ്ചരിച്ച ഉപ്പ്, മാതാവിൻ്റെ വെഞ്ചരിച്ച ഉപ്പ് തന്നിട്ടുണ്ടായിരുന്നു. ആ വെഞ്ചരിച്ച ഉപ്പ് അവിടെ കൊണ്ടുപോയി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു, വെച്ചില്ല. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ ആ സൗദി ആയിരുന്നു. സൗദി പറഞ്ഞു, ഇപ്പോൾ കാലത്തൊട്ട് ഫയലൊന്നും ഓപ്പൺ ആവണില്ല, നിങ്ങൾ വെയിറ്റ് ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ ഡിപ്രഷനായി. ഞാൻ എൻ്റെ കയ്യിലുള്ള ഉപ്പ് ആ മേശമ വെച്ചിട്ട് മാതാവിനോട് പറഞ്ഞു, ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഉപ്പ് അവിടെ വെച്ചിട്ട് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഇരുന്നു. ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് അവിടെ ഇരിക്കുകയാണ് ഞാനും വൈഫും. അരമണിക്കൂറായില്ല, അതിനു മുമ്പ് വിളിച്ചു, ആ സൗദി വിളിച്ചിട്ട്, ഡിനോൺ ആക്സസ് ആവുന്നുണ്ട്, നിങ്ങളുടെ അക്കൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും, 80% ഇപ്പോൾ ചേഞ്ച് ചെയ്തു, ഇനി 20% കൂടി ചേഞ്ച് ചെയ്യുള്ളൂ, 20% ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്പോൺസറിന് കിട്ടണം, ഇമ്മീഡിയറ്റ് സ്പോൺസർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കൊരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആളുടെ കമ്പനിയിൽ ഒരു സ്പോൺസറുണ്ട്, ആൾ വെച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ സന്തോഷത്തിൽ ആ ചേട്ടനെ വിളിച്ചു. ആ ചേട്ടൻ പറഞ്ഞു, ഇപ്പോൾ ആ സ്പോൺസർ സമ്മതിക്കണില്ല, വീണ്ടും പരീക്ഷണങ്ങളാണല്ലോ എന്ന് പറഞ്ഞു. മാതാവിനോട് ഞാനിങ്ങനെ പറഞ്ഞു, എല്ലാം ശരിയായി, അവസാന നിമിഷത്ത് വീണ്ടും സ്പോൺസർ ഇല്ല എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അന്ന് അതിൻ്റെ അടുത്ത ദിവസം 21-ാം തീയതി ഒരു സൗദീനെ പോയി കാണാൻ പറഞ്ഞു. ആ സൗദീനെ പോയി കണ്ടു. സൗദി പറഞ്ഞു, ചെയ്യാം, നമുക്ക് എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 22-ാം തീയതി ഇവളുടെ അവസാനിക്കുന്നതിൻ്റെ അന്ന് ഓൺലൈൻ ഉടമ്പടി അവസാനിക്കുന്നതിൻ്റെ അന്ന് എൻ്റെ ഹുറൂബ് സ്റ്റാറ്റസ് നീക്കുകയും ആ സൗദി തന്നെ ഇക്കാമ റിന്യൂവൽ ചെയ്യുകയും ഒരു ബിസിനസ് ഓഫർ വയ്ക്കുകയും ബിസിനസ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ട് എല്ലാം ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. തിരിച്ച് പുതിയൊരു ജോലിക്കും കയറി, വേറൊരു ജോലിക്കും കയറിയിട്ട് 1-ാം തീയതി തൊട്ടിട്ട് അവിടെ ജോയിൻ ചെയ്യാനും പോവാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് നന്ദി. കാരുണ്യ പ്രവൃത്തികളായിട്ട് കൃപാസനത്തിൻ്റെ ഉടമ്പടി ഞാൻ ഓൺലൈനിലായതുകൊണ്ട് പത്രങ്ങളൊന്നും ഞങ്ങൾക്ക് ഇല്ല, സൗദിയിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആൾക്കാർക്ക് പൈസയായിട്ട് ഉണ്ടായിരുന്ന സമയത്തൊക്കെ എന്തെങ്കിലും സഹായം, പൈസ മാത്രമല്ലാതെ എന്നെ കൊണ്ട് അവർ ചോദിക്കണം എന്തെങ്കിലും, ഈ പാവപ്പെട്ടവറ്റങ്ങൾ ഈ നെറ്റ്വർക്കിങ്ങിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും സംശയങ്ങളായിട്ട് ചോദിച്ചു വരുന്ന അവർക്ക് ഇഷ്യൂസ് ഉള്ളത്, ഈ കാമയുടെ പ്രശ്നങ്ങൾ, അങ്ങനെ വരുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. കാരണം എനിക്ക് ഈ 1.5 കൊല്ലമായിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അറിയുന്നതുകൊണ്ട് ഇന്ന ഏജൻസിയിൽ പോകൂ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, അവരെ സഹായിക്കാറുണ്ടായിരുന്നു. പിന്നെ ഭക്ഷണം അങ്ങനെ അവിടെ കൊടുക്കാൻ പറ്റില്ല സൗദി അറേബ്യയിലായതുകൊണ്ട്. പക്ഷേ ഞങ്ങളിവിടെ ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഈ പത്രങ്ങളെല്ലാം കൊടുത്ത് അവസാനിപ്പിച്ചിട്ട് പാവപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തിട്ട് തിരിച്ചു പോകും. ഇപ്പോൾ വന്നത് 10 ദിവസത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. ഈ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമായിട്ട് വന്നിട്ടുള്ളതാണ്. ഇത് ഞങ്ങൾ എന്ന് അറിഞ്ഞു അന്ന് തൊട്ട് ഞങ്ങൾ ഇറച്ചി, മീൻ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉപേക്ഷിച്ച് ഇന്ന് ഉപവാസമാണ്, ഒന്നും കഴിച്ചിട്ടില്ല കാലത്തോട്ട്. അപ്പോൾ സിസ്റ്ററൊക്കെ പറഞ്ഞു, കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വെള്ളം കുടിച്ചിട്ടൊക്കെ കഴിച്ചിട്ടില്ല, ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം വേണം അങ്ങനെ ഇരിക്കാൻ. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും നന്ദി. ഈ അൾത്താരയിൽ എനിക്ക് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് എൻ്റെ അമ്മ മാതാവിനും ഈശോപ്പായ്ക്കും ഞാൻ നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. എൻ്റെ പേര് സന്ധ്യ. ഞാൻ വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ വടക്കഞ്ചേരിയിൽ നിന്നാണ്. ഞാൻ 2022 സെപ്റ്റംബർ 19 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. എൻ്റെ മോള് ദിയാര.
അവൾക്ക് എപ്പോഴും ഫീവർ വരുമായിരുന്നു. ഫീവർ വരുമ്പോൾ 103, 104 നല്ല ഹൈ റേഞ്ചിൽ ഉയർന്നു പോകുമായിരുന്നു. രാത്രി 12 മണി 1 മണിയാകുമ്പോൾ എപ്പോഴും അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും മെഡിസിൻ കൊടുത്ത് പനി പോവും, വീണ്ടും വരും, അടുത്ത ആഴ്ച പിന്നെയും കൊണ്ടുപോകും. എന്നാൽ വേറെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവൾക്ക് കാര്യമായ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ എപ്പോഴും പനി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. അമ്മ മാതാവിൻ്റെ കാശുരൂപം കയ്യിലെടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു. മോൾക്ക് തൈലം ഞാൻ പുരട്ടി കൊടുത്തു. അങ്ങനെ അവൾക്ക് കുറേ നാളായി 2022 ശേഷം അവൾ കഴിഞ്ഞ മാസം മുൻപ് വരെ അവൾ അഡ്മിറ്റ് ആയിട്ടില്ല. പനിയായിട്ട് ഇതുപോലെ സീരിയസ് ആയിട്ട് അഡ്മിറ്റ് ആയിട്ടില്ല. അടുത്തത് ഞാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കോവിഡ് ടൈമിൽ. പക്ഷെ എനിക്ക് കോവിഡ് ടൈം ആയതുകൊണ്ട് ബിസിനസ് ഫെയിൽഡായി. തന്മൂലം ഒരു 3 lakhsോളമുള്ള മെഷീൻസ് എനിക്ക് പെൻഡിങ് വന്നു, വിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഞാൻ നിയോഗത്തിൽ എനിക്ക് എൻ്റെ മെഷീൻസ് വിറ്റ് തരണമെന്ന് അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുകയും അമ്മ മാതാവിൻ്റെ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ആ മെഷീൻസിൽ സമർപ്പിക്കുകയും ചെയ്തു. തന്മൂലം എൻ്റെ മെഷീൻസ് എല്ലാം വിറ്റുപോയി. അതുകൂടാതെ ഞാൻ ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ടൈമായിരുന്നു. ഞാനൊരു ഹിന്ദു ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ ബെഡ്റൂമിലായിരുന്നു എൻ്റെ മാതാവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ മാതാവിൻ്റെ ഫോട്ടോ ഞാൻ എൻ്റെ റൂമിലായിരുന്നു വെച്ചത്. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്കൊരു ജോലി വേണം. ഞാൻ ആലത്തൂർ ക്രസൻറ്റ് ഹോസ്പിറ്റലായിരുന്നു ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കല്യാണത്തിന് മുമ്പ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. കല്യാണത്തിന് ശേഷം ഞാൻ റിസൈൻ ചെയ്തു. അവിടെ അഡ്മിനിസ്ട്രേഷനിലായിരുന്നു ജോലി. പിന്നീട് 7 വർഷം കഴിഞ്ഞു. എനിക്ക് സാമ്പത്തികപരമായി ബുദ്ധിമുട്ടായി, ഏജ് ഓവറായി, ഒരു ജോലി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അമ്മേ മാതാവേ എനിക്ക് ജോലി വേണം. ആ കോളേജിൽ തന്നെ എനിക്ക് ജോലി വേണമെന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ 15 ഇയേഴ്സായിട്ട് അവിടെ ഒരു കുട്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അവിടെ ഉടനെ ഒന്നും വേക്കൻസി ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ മനസ്സിൽ ആരോ പറഞ്ഞു മൊബൈൽ നോക്കുന്നത്. ഞാൻ ഇന്ത്യയിൽ സെർച്ച് ചെയ്തു, അവിടെ വേക്കൻസി കണ്ടു, ഞാൻ അപ്ലൈ ചെയ്തു. ഇതെല്ലാം ഓൺ ദ സ്പോട്ടിലാണ് നടക്കുന്നത്. ഞാൻ വന്ന് അമ്മയോട് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, അമ്മേ എനിക്കൊരു ജോലി വേണം, അമ്മേ അത് അവിടെ തന്നെ എനിക്ക് വാങ്ങിച്ചു തരുമോ? വേറൊരു ജോലി ചെയ്യാനായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. താഴ്ന്ന ജോലികൾ ചെയ്യാൻ, എന്ത് ജോലിയും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് അനുഭവ പരിചയമുള്ളൊരു ജോലി ചെയ്യണമെന്നൊരാഗ്രഹമായിരുന്നു. അപ്പോൾ തന്നെ വേക്കൻസി കണ്ടു, ഞാൻ അപ്ലൈ ചെയ്തു. അവരെന്നെ വിളിച്ചു. ഞാൻ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവിടെ കുറേ കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു 6,000 7,000 കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ജോലി കയറാൻ ഞാൻ തയ്യാറാണെന്ന്. ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കിപ്പോൾ സാമ്പത്തികപരമായി നല്ല ബുദ്ധിമുട്ടുള്ള സമയമാണ്. അമ്മ മാതാവേ എനിക്ക് ജോലി വാങ്ങിച്ചു തരണമേന്ന്. എൻ്റെ കാശുരൂപം, അമ്മ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ എല്ലാമാണ്, എൻ്റെ അസറ്റാണ്, എൻ്റെ ജീവിതത്തിലെ എല്ലാമാണ്. ഞാൻ ആ കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പിറ്റേ ദിവസം അവരെന്നെ വിളിച്ചു. അതിനു മുമ്പ് ഞാൻ അറിഞ്ഞു ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന പല ആൾക്കാരും സന്ധ്യയ്ക്ക് കിട്ടുമോ, സന്ധ്യയെ എടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഹോസ്പിറ്റലിൽ ആരും റിസൈൻ ചെയ്തു പോയ ആരെയും വീണ്ടും പിന്നീട് ജോയിൻ ചെയ്യിക്കാറില്ലായിരുന്നു. അത് കഴിഞ്ഞ് വേറൊരു കുട്ടിയായിരുന്നു അവർ ആദ്യം സെലക്ട് ചെയ്തത്. ആ കുട്ടി കോളേജിൽ പോയി നോക്കി, ആ കുട്ടി പോയി എന്നാണ് പറഞ്ഞത്, ജോയിൻ ചെയ്തില്ല. പിറ്റേ ദിവസം അവരെന്നെ വിളിച്ചു. കാശുരൂപം ഞാൻ കയ്യിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അവരെന്നെ സെലക്ട് ചെയ്തു. ഒന്നാമത്തെ പോയിൻ്റ്, എനിക്ക് ഏജ് ഓവറാണ്, എനിക്കിപ്പോൾ ജോലി കിട്ടാൻ ചാൻസ് വളരെ കുറവായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ മാതാവ്, ഞാൻ ആഗ്രഹിച്ച ജോലി, ആഗ്രഹിച്ച സാലറിയിൽ തന്നെ എനിക്ക് മാതാവ് അവിടെ വാങ്ങിച്ചു തന്നു. കൂടാതെ 1 മാസം കഴിഞ്ഞപ്പോൾ സാലറി കൂട്ടിത്തരികയും എല്ലാവർക്കും കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് എൻ്റെ അമ്മ മാതാവ് എനിക്കവിടെ വാങ്ങിച്ചു തരികയും ചെയ്തു. കൂടാതെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി BSc നേഴ്സിംഗ് കോളേജാണ്. യൂണിവേഴ്സിറ്റി തലത്തിലുള്ള ഒരുപാട് വർക്കുകളുണ്ട്. ഇതൊന്നും ആരും എനിക്ക് ഹാൻഡ് ഓവർ ചെയ്ത് തന്നിട്ടില്ലായിരുന്നു. ഒരു എക്സാമുമായി റിലേറ്റ് ചെയ്ത ഒരു പ്രോബ്ലം വന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എനിക്കത് ഞാൻ ഫ്രീസ് ചെയ്തു പോയി. പെട്ടെന്ന് ഒരു പ്രിൻസിപ്പൽ എന്നെ വഴക്ക് പറഞ്ഞു. ഞാൻ പുറത്തോട്ട് പോയി, അമ്മേ മാതാവേ എനിക്ക് എത്രയും പെട്ടെന്ന് ഇത് ശരിയാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. മനസ്സിൽ ഓൺ ദ സ്പോട്ടിലാണ് അതിനുള്ള ആൻസർ വരുന്നത്. യൂണിവേഴ്സിറ്റിക്ക് ഞാൻ വിളിച്ചു, അവർ ഫോൺ എടുത്തു, അൺഫ്രീസ് ചെയ്തു. ഓൺ ദ സ്പോട്ടിൽ വേഗം പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്തു. അതുപോലെ അമ്മ മാതാവ് പെട്ടെന്നാണ് എൻ്റെ കൂടെ നിന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു. കൂടാതെ മോൾക്ക് ഇടയ്ക്ക് ജലദോഷം, ചെറിയ പനിയൊക്കെ വരുള്ളായിരുന്നു. അങ്ങനെ ഇരിക്കുക മോൾ സ്റ്റെയർ കേസിൽ നിന്ന് ഒരു ദിവസം 6 വയസ്സുള്ള സമയത്ത് ഉരുണ്ട് താഴെ വന്ന് വീണ് പുറത്ത് വന്ന് അവൾ വോമിറ്റ് ചെയ്തു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ചെറിയ കുട്ടിയല്ലേ, എന്തെങ്കിലും ഇൻറ്റേർണൽ ഇഞ്ചുറി ഉണ്ടാവുമോ എന്നറിയില്ല, നിങ്ങൾ തൃശ്ശൂർക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ പോകുന്ന സമയത്ത് ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ അൾത്താരയിൽ ഞാൻ കൈകൾ ഉയർത്തി ഞാൻ മാതാവിന് ഞാൻ നന്ദി പറഞ്ഞോളാം, എൻ്റെ കുഞ്ഞിന് ഒരു പോറലും ഏൽക്കല്ലേ എന്ന്. അവിടെ പോയി എക്സ്റേ എടുത്തു. മോൾക്ക് ഒരു പോറൽ പോലും ഇല്ലായിരുന്നു. ജസ്റ്റ് ഒരു മൂവിൻ്റെ ഓയിൽമെൻറ്റ് മാത്രമേ തന്നുള്ളൂ. അമ്മ മാതാവിന് ഞാൻ നന്ദി പറയണു. എല്ലാ കാര്യങ്ങൾക്കും ഞാൻ മാതാവിനോട് അമ്മയെ ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് എപ്പോഴും പറയുമായിരുന്നു 2022 മുതൽ.
പിന്നീട് ഒക്ടോബർ 2024 എൻ്റെ ഹസ്ബൻഡിന് പെട്ടെന്ന് മഞ്ഞപ്പിത്തം ബാധിച്ചു. ആൾ വളരെ ടയേർഡായി. ഡോക്ടർ പറഞ്ഞു ഇത് ഭയങ്കര സീനാവുമല്ലോ എന്ന്. ഞാൻ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട, മാതാവിൻ്റെ കാശ് രൂപം കയ്യിലെടുത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. അമ്മേ മാതാവേ, എൻ്റെ മനസ്സിൽ ഇതാണ് തോന്നിയത്, 3 ദിവസത്തിനുള്ളിൽ അസുഖം ഭേദമാക്കി തരണമേ, ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന്. 3 ദിവസത്തിനുള്ളിൽ അസുഖം ഭേദമാക്കി തന്നു. അമ്മയുടെ തൈലം പുരട്ടുകയും എപ്പോഴും എൻ്റെ കൂടെ ഈ ഇവിടെ നിന്ന് തന്നിരിക്കുന്ന പുസ്തകവും അതുപോലെ തൈലവും കാശ് രൂപം എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിലും ഞങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകും. പ്രാർത്ഥിച്ചു, അസുഖം ഭേദമായി. ഞാൻ സാക്ഷ്യം പറയാൻ താമസിച്ചിട്ട് ഞാൻ അമ്മ മാതാവിനോട് ക്ഷമ പറയണു. എപ്പോഴും ഓരോ സിറ്റുവേഷൻ, ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കും, ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം അമ്മയെന്ന്. പക്ഷേ താമസിച്ചതിന് ഞാൻ അമ്മ മാതാവിനോട്, ഈശോയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒക്ടോബർ മാസം 8-ാം തീയതി മോൾക്ക് പെട്ടെന്ന് ഒരു പനി വന്നു. നല്ല ഫീവറായിരുന്നു. ടെസ്റ്റ് ചെയ്തപ്പോൾ 2022 ശേഷം ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഈ മാസമാണ് അവൾ ആദ്യമായിട്ട് ഇതുപോലെ അഡ്മിറ്റ് ആയത്. നോക്കുമ്പോൾ ഡെങ്കി ഫീവറായിരുന്നു. 2 ദിവസം കുഴപ്പമില്ലായിരുന്നു. പഴയതുപോലെ 103 ഒക്കെ ഫീവർ വന്നു. 3-ാമത്തെ ദിവസമായി കുട്ടിക്ക് പെട്ടെന്ന് സ്റ്റൊമക്ക് പെയിനും വോമിറ്റിങ്ങും വന്നു. കുട്ടി ആകെ തളർന്നു. ഡോക്ടർ അപ്പോൾ പറഞ്ഞു, ഇവിടെ വടക്കഞ്ചേരിയിലായിരുന്നു ഞങ്ങൾ, ഡിവൈൻ ഹോസ്പിറ്റലായിരുന്നു അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ അമ്മ മാതാവിൻ്റെ ഫോട്ടോയുണ്ട്. ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഒരു പക്ഷേ ലിവറിൽ എവിടെയെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകാം, ഡെങ്കി ഫീവറാണ്, നിങ്ങൾ താഴത്തോട്ട് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ജൂബിലി മിഷനിൽ വന്നു. വരുന്ന വഴിക്ക് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ കാശ് രൂപം എടുത്ത് കൊടുത്തിട്ട് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, ഇത്രയും നാളും ഞാൻ പറഞ്ഞതുപോലെയല്ല, ഞാൻ ഉറപ്പായിട്ട് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം, അമ്മയുടെ അൾത്താരയിൽ വന്ന് എൻ്റെ കുഞ്ഞിനൊരു പോറൽ പോലും ഏൽക്കല്ലേ അമ്മേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 11 മണിക്ക് 2-3 സ്പൂണ് പൊടിയരിക്കഞ്ഞ് മാത്രമേ എൻ്റെ മോൾ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. രാവിലെ ഛർദ്ദിക്കെല്ലാം ചെയ്തു. 12-1 മണിയായി. തൃശ്ശൂർ വന്നു, സ്കാൻ ചെയ്തു, അവൾക്ക് യാതൊരു പ്രോബ്ലം ഇല്ലയെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് അമല ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. കുട്ടിയുടെ കൗണ്ട് നന്നായി കുറയുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. 5 മണിക്കാണ് അമല ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിൽ കുട്ടിയെ കൊണ്ടുവന്നത്. അവിടെ വന്നതിന് ശേഷം എൻ്റെ കുഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം, കാശുരൂപം എടുത്ത് പ്രാർത്ഥിച്ച ശേഷം, കയ്യിൽ തന്നെയുണ്ട് കാശുരൂപം. അവൾക്ക് പനിയോ വയറുവേദനയോ ഛർദിയോ യാതൊരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. കൗണ്ടിൻ്റെ പ്രോബ്ലം മാത്രം 2-3 ദിവസത്തിനു കൊണ്ട് ശരിയായി. എൻ്റെ അമ്മ മാതാവിന് ഈശോപ്പായിക്കും ഞാൻ നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കായി ഞാൻ ഇവിടെ നിന്ന് തരുന്ന കൃപാസനം പേപ്പർ പ്രധാനമായിട്ടും ഓൺകോളജി സെക്ഷനിൽ പേഷ്യൻസിന് വിതരണം ചെയ്യുകയും, അതുപോലെ തന്നെ ഇവിടെ നിന്ന് തരുന്ന തൈലം, എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും എൻ്റെ ഏറ്റവും വലിയ എൻ്റെ അസറ്റ് എന്ന് പറയുന്നത് എൻ്റെ അമ്മ മാതാവാണ്. എൻ്റെ കാശ് രൂപം ഉണ്ടെങ്കിൽ എനിക്കൊന്നും പേടിക്കാനില്ല, എൻ്റെ സ്വന്തമായിട്ടുള്ളത് നീ മാത്രമാണെന്ന് എൻ്റെ അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു. എല്ലാത്തിനും ഞാൻ അമ്മ മാതാവിന് ഈശോപ്പായിക്കും 1000 നന്ദി സ്തുതി അർപ്പിക്കുന്നു. എനിക്കധികം പ്രാർത്ഥന അറിയില്ല. എനിക്ക് വിശ്വാസ പ്രമാണവും സ്വസ്തനായ പിതാവേ നന്മ നിറഞ്ഞ മറിയും മാത്രമേ അറിയുള്ളൂ. അത് ഞാൻ സദാ ചൊല്ലി എല്ലാ കാര്യത്തിനും ഞാൻ സമർപ്പിക്കും. അതുപോലെ തന്നെ പാവങ്ങളെ സഹായിക്കാൻ ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ കാണുന്ന പാവങ്ങളെ എൻ്റെ കയ്യിലുള്ളത് ഞാൻ കൊടുത്തവരെ സഹായിക്കും. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഫുഡില്ലാതെ ഉള്ള പാവങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുകയും എനിക്ക് പറ്റാവുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായം ഞങ്ങൾ നൽകുകയും ചെയ്തു. ഒരിക്കൽ കൂടി എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു. ഈ സാക്ഷ്യം പറയാൻ ഇവിടെ വരാൻ സാധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. അമ്മേ മാതാവേ, ഇനിയും വലിയൊരു സാക്ഷ്യം പറയാനായിട്ട് എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി.